Good morning, Jens. Very good morning, sir. നമ്മുടെ ലീഡേഴ്സ് പോലും ഗുഡ് മോർണിംഗ് കണ്ടിട്ടില്ലല്ലോ. ഒരു മിനിറ്റ്. Okay. പറയൂ, എന്താ വിശേഷം? സുഖം സർ, നന്നായി പോകുന്നു. എന്താ ശരിക്ക് ജീൻസിന്റെ ബിസിനസ് എന്താണെന്ന് ഞാൻ മറന്നുപോയിട്ടു. സർ, ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമാണ്. ട്രേഡിംഗ് കൺസേൺ എന്നാണ് പേര്. ഞങ്ങൾ പ്രധാനമായിട്ട് ആയുർവേദിക് പ്രോഡക്ട്സ് ആണ് പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആയുർവേദ പ്രൊഡക്ട്സ് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ, മാനുഫാക്ചർ ചെയ്യുന്നതാണോ, അതോ ലൈക്ക് വേറെ ടീമുണ്ട്? അല്ല, ഞങ്ങള് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങള് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്തിട്ട് ഓൺലൈൻ വഴി പ്രൊമോഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടങ്ങിയത് ഇപ്പൊ ഏകദേശം ഒരു 3 മാസമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഗുഡ് മോർണിംഗ് അഭിറാം, നകുൽ, രാഹുൽ, ഷംന, രജീഷ്. ഗുഡ് മോർണിംഗ് സാർ. എല്ലാം സെറ്റ് അല്ലേ? ആരൊക്കെ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടതില്? ഗുഡ് മോർണിംഗ്. ആരൊക്കെ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടതില്? അഭിരാമ എഴുന്നേറ്റിട്ടുണ്ടോന്ന് കാര്യമായിട്ട് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ കാര്യമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് ചോദിച്ചാൽ. വെരി ഗുഡ്. എല്ലാവരും മൊബൈൽ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ രാഹുലെ ജിൻസ് മൊബൈൽ എപ്പോഴും ചിരിച്ചു വെക്കുക. ദാറ്റ്സ് ഗുഡ്. ഞാൻ ഫോൺ ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരി ശരി. എന്ത് ഗുണം എന്താ അറിയോ, നമ്മളെ ശരിക്കും കാണാം. എവിടെയാണ് നമ്മുടെ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അവിടെ നന്നായിട്ട് പ്രസൻസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ബിസിനസ്സുകാരന് ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട എവിടെയാണോ നമ്മുടെ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ പ്രസൻസ് കാണിക്കാൻ പറ്റുന്നത്, അവിടെ അത് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എപ്പോഴും വ്യത്യാസമായിരിക്കും. എവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു ഏതൊരു കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങി വരിക, സംസാരിക്കേണ്ട ഭാഗത്ത് നമ്മൾ സംസാരിക്കുക, ഒരു നമ്മളെ കാണിക്കുന്ന രീതിയിൽ എവിടെയാണോ അവസരം കിട്ടുന്നത് അവിടെ നമ്മൾ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ എല്ലായിടത്തും ഇടിച്ചു കയറി ചെല്ലാതിരിക്കുക, അവൈലബിലിറ്റി കുറയ്ക്കുക. ഇതൊക്കെ ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് നമ്മൾ അടുത്ത 2 ദിവസങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. വരുന്ന ഫ്രൈഡേ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നമുക്ക് മൈൻഡ് പവറിനെ കുറിച്ചിട്ട്, അതായത് ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാനസികമാണ്. സാമ്പത്തികം, മാനസികം, ശാരീരികം, സാമ്പത്തികം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമുള്ള മാനസികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്, എങ്ങനെ നമുക്ക് മൈൻഡ് പവർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് ട്രെയിനിങ് ഉണ്ട് ഫ്രൈഡേ ഇതേ 6 AM ക്ലബിൽ തന്നെ. പിന്നെ നമ്മൾ കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. പ്രത്യേകിച്ച് ലീഡേഴ്സ് നിങ്ങളുടെ ടീമിനോട് സംസാരിച്ച് അവരുടെ ടീമിന്റെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ.
അപ്പൊ ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യം തുടങ്ങാറായോ? 6 മണിയായില്ല, ഒരു മിനിറ്റ് 2 മിനിറ്റ് വെയിറ്റ്. ടീമൊന്ന് ലീഡേഴ്സ് അതിന്റെ ഒരു 1-2 ലീഡേഴ്സ് ഇതുവരെ കയറിയിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെ ലീഡറെ മാറ്റേണ്ടി വരുമോ? അവസാനം ലീഡറെ വിളിച്ചുണർത്തേണ്ട ഗതിയാവോ? ലീഡർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ലീഡർ ആരാണ്? ലീഡർമാരെ ഉണർത്താൻ ഞാനൊരു ലീഡറെ വെക്കേണ്ട അവസ്ഥ വരും. ഒരു ലീഡർ പൊന്തിയിട്ടുണ്ട്. Good morning, sir. Yes, good morning. അപ്പൊ ഇങ്ങനെ തുടങ്ങല്ലേ, ഇന്നലത്തെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായെന്ന് സംസാരിക്കും. നമ്മൾ ടൈം വി ഡോണ്ട് വെയിറ്റ് ഫോർ എനിവൺ. പറയും ഇന്നലത്തെ ആരാ സംസാരിക്കുന്ന, ആരാ പറയുന്നത്, ഇന്നലെ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളതൊന്ന് പറഞ്ഞു. കമോൺ, ഞാൻ ഇപ്പൊ പറഞ്ഞു വെച്ചോളൂ, കിട്ടണ അവസരം മുതലാക്കിക്കൊള്ളുന്നത്. പറയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ രമേശ്. ഇന്നലെ നമ്മള് ക്യാപ്റ്റൻ മൈൻഡ് സെറ്റ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. അതിനകത്ത് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളൊന്ന് നമ്മൾ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവം മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രൊക്രാസ്റ്റിനേഷൻ. പോയിന്റിലെല്ലാം പോരട്ടെ. നിർത്തിയോ? വേറെ ആരെങ്കിലും? അഭിരാം, പറ അഭിരാം. ഞാൻ ഈ പേര് വിളിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്, നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ സാർ, ഇന്നലെ സാറ് പറഞ്ഞ പോലെ ക്യാപ്റ്റൻസ് മൈൻഡ് സെറ്റ്, അതിനെ കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ ഒരു ഷിപ്പിന്റെ സോൾ റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റൻ ആണ്. അപ്പൊ അത് നമ്മൾ ഒരു കടലിലൂടെ സിങ്ക് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ മൂവ് ചെയ്യണം, ആ രീതിയിലൊക്കെ ക്യാപ്റ്റനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതിൽ മെയിനായിട്ട് മൈൻഡ് സെറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ പ്രിപ്പയർ മൈൻഡ് സെറ്റ് ബിഫോർ ആക്ഷൻ. ആക്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് മൈൻഡ് സെറ്റ് ആണ്. ഒരു ആക്ഷൻ എടുക്കുക പ്രധാനമാണ്, പക്ഷെ അതിനു വേണ്ടി മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അതിനേക്കാൾ പ്രധാനമാണ്. അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഇപ്പം ഒരു ബിസിനസ് ഓണറാണ് ബിസിനസിനെ മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ അയാളുടെ സ്റ്റാഫ് അല്ല. ഇപ്പൊ പലരും വിചാരിക്കുന്നത് നമ്മൾ കഴിവുള്ള സ്റ്റാഫ്സ് ആണ് നമ്മളെ ബിസിനസിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് എല്ലാവരും ധാരണ. പക്ഷെ അത് തെറ്റാണ്. ഒരു ബിസിനസ്സിനെ ലീഡ് ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ട് ബിസിനസ് ഓണറിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അപ്പൊ അദ്ദേഹമാണ് അതിന്റെ സോൾ റെസ്പോൺസിബിലിറ്റി. അതാണ് ആ ക്യാപ്റ്റൻ മൈൻഡ് സെറ്റ് കൂടെ പറയുന്നത്. പിന്നെ അതില് പിന്നീട് സംസാരിച്ചത് നമ്മുടെ ഈ പണം എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ ക്യാഷും വരുന്നില്ല. അപ്പൊ സ്കേഴ്സിറ്റി ഓഫ് മൈൻഡ് സെറ്റ്, അതാണ് അതിന്റെ മെയിൻ റീസൺ ആയിട്ട് വന്നത്. ഇപ്പം സാറ് കുറെ എക്സാമ്പിൾസ് നമ്മൾ ചോദിച്ചായിരുന്നു. നമ്മുടെ ഇപ്പൊ വണ്ടിയിൽ പെട്രോൾ ഹാഫ് ടാങ്ക് ആണോ, അതോ ഹാഫ് ടാങ്കിന്റെ താഴെയാണോ, അതുപോലെ നമ്മൾ ഈ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പേടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അതിലെല്ലാം നമുക്കൊരു എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ട് കാശ് നമ്മുടെ കയ്യിൽ വരുന്നില്ല എന്നുള്ളത്. പിന്നെ അതിൽ പറഞ്ഞത് ഈ സ്കേഴ്സിറ്റി ഓഫ് മൈൻഡ് സെറ്റ്, സ്കേഴ്സിറ്റി ഓഫ് മൈൻഡ് മാറ്റാനുള്ള വഴികളെ കുറിച്ച്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അപ്പൊ ഒരു ദിവസം നമ്മുടെ ഇപ്പോ ആർക്കൊക്കെ നന്ദി പറയുന്നു, അതിപ്പോ സാറ് പറഞ്ഞ പോലെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഡെയിലി നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ്. അപ്പൊ നമ്മുടെ അമ്മയുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന്, നമ്മളെ ടീച്ചേഴ്സ് ഗുരുക്കന്മാരുടെ കയ്യിൽ, അതുപോലെ നമ്മുടെ സ്റ്റാഫ്സ്, നമ്മളെ വർക്ക് ചെയ്ത സ്റ്റാഫ്സ്, അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പൊ അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് സ്കേഴ്സിറ്റി ഓഫ് മൈൻഡ് സെറ്റ് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ സാർ, താങ്ക് യു. ഇത്രയുമാണ് എനിക്ക് ഇന്നലെ ക്ലാസ്സിൽ കൂടുതൽ താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു അഭിരാം. ഇനി ആരെങ്കിലും ഇതില് പറയാത്ത വല്ല പോയിന്റുകളും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. എനിവൺ വിട്ടുപോയെന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. എനിവൺ, കിട്ടുന്ന ചാൻസ് മുതലാക്കാം. പറഞ്ഞോ. ഓക്കെ, നോ വൺ. അപ്പൊ എല്ലാവർക്കും ഈ അഭിരാം പറഞ്ഞ പോയിന്റ് മാത്രമേ ഉള്ളൂ.
ഓക്കെ, പരമാവധി മ്യൂട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നാട്ടിലെത്തും. ഓക്കെ, ശരി. അപ്പോ ഞാൻ നമ്മൾ ഇന്നലെ ആക്ച്വലി പറയാൻ വന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ആദ്യം നമ്മൾ ഇന്നലെ പറഞ്ഞത് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ അറിയാതെ നമ്മളിൽ ഇമ്പോസ്ഡ് ആവുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് ഇത്. ആക്ച്വലി സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ മനസ്സിൽ ഇമ്പോസ്ഡ് ആവുന്നു. ഒരിക്കലും ഒരാൾ ജനിക്കുമ്പോൾ ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ ജനിക്കുന്നില്ല. അല്ലെങ്കിൽ അവര് ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളെ ലൈക്ക് ഈ പെട്രോൾ അടിക്കുന്ന കാര്യമാണെങ്കിലും, പൈസ പിശുക്കുന്ന കാര്യമാണെങ്കിലും, ഡിസ്കൗണ്ട് ചോദിക്കുന്ന കാര്യം, ഇതൊക്കെ ഒരിക്കലും നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതല്ല. ഇത് ഇമ്പോസ്ഡ് ആവാം. അത് പേരൻസിന്റെ ഭാഗത്തു നിന്നാവാം, നമ്മുടെ ചുറ്റുപാടിൽ നിന്നാവാം, നമ്മുടെ സമൂഹത്തിൽ നിന്നാവാം, ഫ്രണ്ട്സിൽ നിന്നാവാം. അപ്പൊ ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനും ഒരു പരിധി വെക്കും, ബൗണ്ടറി വെക്കും. ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പണത്തിന്റെ കേസ് മാത്രമല്ല കേട്ടോ ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. പലരും ദാരിദ്ര്യം എന്ന് പറയുന്ന സമയത്ത് കണക്കാക്കുന്നത് പണം വരുന്നതിനെ കുറിച്ചും പണത്തിനെ കുറിച്ചും മാത്രം അല്ല. പണത്തിന്റെ കാര്യം മാത്രമല്ല ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ആക്ടിവിറ്റീസിൽ വരെ, നമ്മുടെ ചിന്തകളിൽ വരെ, നമ്മുടെ ഓരോരോ ചെയ്യുന്ന ആക്ഷൻസിൽ വരെ ഈ സ്കേഴ്സിറ്റി, എന്നെ കൊണ്ട് ഇതേ സാധിക്കുള്ളൂ, ഞാൻ ഇത്രത്തോളമേ ഉള്ളൂ, മറ്റുള്ളവരെ പോലെ അല്ല, മറ്റുള്ളവരൊക്കെ എന്തും ചെയ്യാം. മോഹൻലാലിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയും, മോഹൻലാലിനൊക്കെ ആവാലോ, നമ്മൾ പറയുന്ന ചില അടങ്ങില്ലേ, അയാളൊക്കെ ആവാലോ. അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊരാൾ നന്നായിട്ട് ബിസിനസ് ചെയ്ത് വരുന്ന സമയത്ത്, ഓ അവനൊക്കെ ചെയ്യാം, അവനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, എന്റെ ജീവിതം അങ്ങനെയല്ലല്ലോ. ബിസിനസ്സുകാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമാണ്, എന്റെ ബിസിനസ് അവന്റെ ബിസിനസ് പോലെയല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ. എന്റെ അടുത്ത് ഏതൊരു ബിസിനസ്സുകാരൻ കൺസൾട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവന്റെ ഒരു പ്രധാനപ്പെട്ട ഡയലോഗ്, ആക്ച്വലി സാർ എന്റെ ബിസിനസ് ആക്ച്വലി മറ്റുള്ള അവരെ പോലെയല്ല, സാർ വിചാരിക്കുന്നത് പോലെയല്ല, അത് ആക്ച്വലി വ്യത്യസ്തമാണ്, ഞാൻ അതിന്റെ ഒരു രീതി വേറെയാണ് വെച്ചിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ബിസിനസ്സും ഒരേ കോൺസെപ്റ്റ് ആണ്. എന്താണ്? കാശ് മേടിക്കുക, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക, അല്ലെങ്കിൽ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുക, പണം മേടിക്കുക, അതിന്റെ ലാഭം നിർണ്ണയിക്കുക. ഇത് പലപ്പോഴും മനസ്സിലാക്കാതെ എനിക്കെല്ലാം അറിയാം, ഞാൻ ഇങ്ങനെയല്ല. ഇപ്പൊ ഇന്നലെ തന്നെ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നലെ നമ്മുടെ ലീഡേഴ്സ് പലരെയും വിളിച്ചു. നമ്മളെ പലരും വിളിച്ചു. ഇന്നലെ തന്നെ ഏകദേശം 19ഓളം പേര് നമ്മുടെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ലീഡേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലരും നോക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതായത് അവസരങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പോലും, അത് ഓപ്പർച്യൂണിറ്റീസിനെ കിട്ടിയാൽ പോലും ഉപയോഗിക്കാൻ അറിയാതെ, അല്ലെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്നവര് അവസാനം അപ്പുറത്ത് പോയിരുന്നിട്ട്, ഞാൻ ബിസിനസ്സിൽ ഭയങ്കര പരാജയമാണ്, ബിസിനസ് തുടങ്ങരുത്. ഇവര് മക്കളെ ഉപദേശിക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ വരുന്നവരെ മൊത്തം ഉപദേശിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലവര് മക്കളെ അവനവൻ എത്ര നന്നായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും, നന്നായിട്ട് നല്ലല്ലെങ്കിലും മക്കളെ വേഗം വലിയ ജോലിയിലേക്ക് തള്ളിവിടും. നിങ്ങൾക്കറിയാം, ജോലി ചെയ്യുന്നത് 5 to 9 എന്ന് പറയുന്ന 9 to 5 എന്ന് പറയുന്ന ടൈമിങ്ങിൽ ജോലി ചെയ്തിട്ട് കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇല്ല കേട്ടോ. ഒരാളെ കാണിച്ചു തരും, 9 മണി തൊട്ട് 5 മണി വരെ ജോലി ചെയ്തിട്ട് കോടീശ്വരനായത്. എന്നിട്ട് നമ്മൾ അവരെ പ്രഷർ ചെയ്യാണ്, എന്ത് സമയത്തിന് ജോലി ചെയ്ത് ശമ്പളം മേടിക്കൂ മാസം. അതായത് കംഫർട്ട് സോണിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ബിസിനസ്സുകാരന്റെ മനസ്സെന്ന് പറയുന്നത് കംഫർട്ടബിൾ വിത്ത് ബീയിങ് അൺകംഫർട്ടബിൾ. ഏത് അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസിലും കംഫർട്ടബിൾ ആയിരിക്കുന്നവനായിരിക്കണം ബിസിനസ്സുകാരൻ, ഒരു സിഇഒ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എൻ്റെ ഒരു കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, വരുന്നത് മുഴുവൻ വള്ളിയാണ്, ഞാൻ പിടിക്കുന്നത് മൊത്തം വള്ളിയാണ്. വള്ളി പിടിക്കലാണ് നിങ്ങളുടെ ജോലി, ചലഞ്ചസ് ഏറ്റെടുക്കലാണ് നിങ്ങളുടെ ജോലി. ആ ചലഞ്ചസ് ഏറ്റെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ ബിസിനസ് ചെയ്യാനുള്ള ഉള്ളവരല്ല. അപ്പൊ ഈ ചിന്ത, ഇതൊക്കെ വള്ളി വരുന്നത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എനിക്കൊരു അവസരമാണെന്ന് ചിന്തിക്കാതിരിക്കുന്ന ഒരാള്. ഓക്കെ, ആ അവസരമാണെന്ന് ചിന്തിക്കാതിരിക്കുന്ന ഒരാള് മൈൻഡ് സെറ്റ് ആണ് ബേസിക്കലി. നിങ്ങൾ സെറ്റാണ്. ആ മൈൻഡ് സെറ്റിന്റെ പേരാണ് അബൻഡൻസ് മൈൻഡ് സെറ്റ്. ചെയ്യുന്നത് വലിയ രീതിയിൽ ചെയ്യുക. ചെയ്യുന്നത് വലിയ രീതിയിൽ ചെയ്യുക.
എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഇത്ര പേരുണ്ട്, 35ഓളം ആളുകളിൽ നിങ്ങളിൽ നിന്ന് വേറൊരാള്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾ രൂപങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. ചിലർ താടി വെച്ചത്, താടി വെക്കാത്തത്. ജസ്റ്റ് കാണാൻ ചിന്തിക്കുക, കാണാൻ. ആരെങ്കിലും ഒരാൾ ഒരുപോലെ ഇരിക്കുന്നുണ്ടോ? ഒരാള് സെയിം ബ്ലഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഒരുപോലെ ഇരിക്കുന്നില്ല. വ്യത്യസ്തമാണ് കാര്യങ്ങൾ. നോളേജും വ്യത്യസ്തമായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസും വ്യത്യസ്തമായിരിക്കും. അല്ലാതെ മറ്റുള്ളവരെ പോലെ ആവാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവരെ പോലെ ആവാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ ശരിക്കും സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ്, ദാരിദ്ര്യം പിടിച്ച മനസ്സാണ്. അതിൽ ഇന്ന് രമേശ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ് അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, പോവർട്ടി ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം പ്രോക്രാസിനേഷൻ. ഇന്ന് എത്ര പേരുണ്ട് അറിയോ? രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഉണർന്ന് അലാറം വെച്ച്, ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് അലാറം വെച്ച് ഉണർന്ന്, ഇന്ന് വേണ്ട നാളെയാവാം, നല്ല തണുപ്പ് സുഖമായിട്ട് ഉറങ്ങാം എന്ന് ചിന്തിച്ച് എത്ര പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അറിയുന്നു? എത്ര പേരുണ്ട് ഗ്രൂപ്പിൽ? അതങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിലിപ്പോ ഇന്ന് 35 പേരുണ്ട്. ആദ്യത്തെ 4 ദിവസം 5 ദിവസം വരെ 30-35 പേരൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറയും. 21ാമത്തെ ദിവസം 15-ൽ കൂടുതൽ ആളുണ്ടാവില്ലെന്ന് എനിക്കറിയാം. പല റീസൺസ്. സാറേ അതുണ്ടാവും, ഇതുണ്ടാവും. ഒരൊറ്റ സെക്കൻഡ്. ഹലോ, സ്റ്റക്കായോ? ഫോൺ നമ്മുടെ സനീഷ് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്യട്ടെ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ മൈൻഡ് സെറ്റ്, പ്രോക്രാസിനേഷൻ എന്ന് പറയുന്നത് എത്ര പേര് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇന്നലത്തെ കാര്യം ഇന്നത്തേക്ക് നാളെ തൊട്ട്, ഇന്നിപ്പോ പ്രത്യേകിച്ച് പരിചയപ്പെടൽ പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ, നാളെ ആവും. ഇന്ന് എത്ര പേര് മാറ്റി വെച്ചിട്ടുണ്ട്? എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ടീമിന്റെ ഒരു റിപ്പോർട്ട് എടുക്കുന്നുണ്ട്. എത്ര പേര് നിങ്ങളുടെ ടീംമേറ്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഞാൻ എന്തിനാ ഇന്നലെ തന്നെ ടീം ലീഡേഴ്സിനെ വെച്ചത്? എനിക്കറിയാം ആദ്യത്തെ 5 ദിവസം പുഷ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള, മനുഷ്യനെ തകർക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോക്രാസിനേഷൻ. അത് മാറ്റാൻ, അത് വരാതിരിക്കാനാണ് ഇന്നലെ തന്നെ ടീം മെമ്പേഴ്സ്, ടീം ലീഡേഴ്സിനെ വെച്ചിട്ട് അവരെ കൊണ്ട് ഞാൻ കണക്ട് ചെയ്യിപ്പിച്ചു. എനിക്ക് വിളിക്കാവുന്ന അത്രയേ ഉള്ളൂ, 35 പേരേ ഉള്ളൂ, 30, 35, 50, 40 പേരെന്തോ എനിക്ക് വിളിക്കാവുന്നുള്ളൂ. പക്ഷെ ഞാൻ മനഃപൂർവ്വം അത് ചെയ്തതാണ് ടീമിനെ കൊണ്ട്. അപ്പൊ ടീം ലീഡർക്കും ടീം മെമ്പേഴ്സിനും ഉത്തരവാദിത്തം. ഇവിടെ ഏതൊക്കെ ടീമിന്റെ ഫുൾ ക്രൂ വന്നിട്ടുണ്ട്? ജിൻസിന്റെ ഫുൾ ടീം വന്നിട്ടുണ്ടോ? ജിൻസിന്റെ നെറ്റിന്റെ പ്രശ്നം എനിക്ക് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേട്ടില്ല, ക്ലിയർ ആയില്ല. ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഹലോ, ഓക്കെ. ഞാൻ സോറി, ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെന്നാണ്. ഓക്കെ, ശരി, കുഴപ്പമില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രോക്രാസിനേഷൻ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ചെയ്യാതിരിക്കുക, നിങ്ങൾ ചെയ്യാതിരിക്കുക. ഏത് കാര്യമാണ് ആക്ഷൻ, അത് നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുള്ളൂ. എന്റെ മെന്റർ എനിക്ക് പറഞ്ഞു തന്ന ഒരു 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് പ്രോക്രാസിനേഷൻ ഈക്വൽ ടു പോവർട്ടി. അത് എന്റെ ജീവിതത്തിൽ ഞാൻ അത് മാറ്റാൻ തുടങ്ങിയതുണ്ട്. പ്രോക്രാസിനേഷൻ അങ്ങനെ മുഴുവൻ മാറ്റാനൊന്നും പറ്റില്ല. 99.9 മറ്റേ നമ്മുടെ ലൈഫ് ബോയുടെ പരസ്യത്തിലെ 2 പുഴുക്കളെ പോലെ ക്ലിയർ ആയിട്ടിരിക്കുന്നു. ക്ലാരിറ്റി കുറവാണോ വോയിസിന്റെ? അല്ല, ഇപ്പൊ ഓക്കെയാണ്. അതിന്റെ ഇടക്കൊന്നും ഓക്കെ, ശരി, നെറ്റിന്റെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത്, മറ്റേ ലൈഫ് ബോയുടെ പരസ്യത്തിലെ 2 പുഴുക്കളില്ലേ, ചാവാത്ത 2 പുഴുക്കൾ, ആ പുഴുക്കളെ പോലെ പ്രോക്രാസിനേഷൻ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ആക്ഷൻസിലും ഉണ്ടായേക്കാം. പക്ഷെ മാക്സിമം ചെയ്യാം. അതാണ് പോവർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രോക്രാസിനേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വളരെ സിമ്പിൾ ആണ്. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഇമ്പോസ്ഡ് ആണ്. നിങ്ങളിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ,
നിങ്ങളുടെ സമൂഹം ഇൻവോൾവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അതിനുള്ള ആദ്യത്തെ വഴിയാണ് പറഞ്ഞത്, ഗ്രാറ്റിറ്റ്യൂഡ്. അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കുന്നതെല്ലാം വലിയ കാര്യങ്ങളിലേക്ക്, പണം, പ്രശസ്തി, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത്, ഇങ്ങനെ അബണ്ടൻസ് മൈൻഡ് സെറ്റിലേക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എന്നോട് ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാറില്ല. ഞാൻ എന്തെങ്കിലും ഓഫർ തന്നാൽ തന്നു. എന്നോട് ഒരാൾ ഡിസ്കൗണ്ട് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ എന്നോട് ജോയിൻ ചെയ്യേണ്ട, എന്റെ ട്രെയിനിങ്ങിൽ താങ്കൾ വരണ്ട, ഒരു പ്രശ്നമില്ല. ഞാൻ തരുന്ന ഓഫറിന് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ, നോ പ്രോബ്ലം. ഡിസ്കൗണ്ട് ചോദിക്കുക എന്നുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നോ മാറ്റിവെച്ച കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാം എന്നറിയാം, നമ്മൾ പറ്റിക്കപ്പെടാന്നറിയാം. അപ്പോൾ ഇത് എടുത്ത് ചോദിക്കുന്ന ചോദ്യം ഡിസ്കൗണ്ട് അല്ല, ഇതെന്നാ യഥാർത്ഥ പ്രൈസ് ഇത് തന്നെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവന്റെ മനസ്സിൽ, അല്ല സാർ ഞാൻ കുറച്ച് തരാം എന്ന് പറയുന്നവരുണ്ടാകും. പക്ഷെ നോ ഡിസ്കൗണ്ട്സ്, എനിക്ക് ഒരു 5 രൂപ കുറയ്ക്കൂ, 10 രൂപ കുറയ്ക്കൂ. അത് ആരെടുത്താ പോയിട്ട് ഡിസ്കൗണ്ട് ചോദിക്കുന്ന അറിയോ? ലുലു മോളിൽ പോയിട്ട് യൂസഫ് അലിഖാനോട് ചോദിക്കും. നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് 2256 രൂപ 50 പൈസ എന്നുണ്ടെങ്കിൽ അവൻ നേരെ ഗൂഗിൾ പേ നീട്ടും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ചോദിക്കും, കാശല്ല അവൻ ചോദിക്കുക, അല്ലെ? ഗൂഗിൾ പേ നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 2256 രൂപ 50 പൈസ അടയ്ക്കണം. ശരിയാണ്, അവൻ അടിച്ചു തരുന്നത് അങ്ങനെ 50 പൈസ വലിയ എമൗണ്ട് പർച്ചേസ് നടത്തിയതല്ലേ, നമുക്കൊരു 50 പൈസ കുറച്ചു കൊടുക്കാം. ഏതോ സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഞാൻ 50 പൈസ ഇങ്ങോട്ട് വിട്ടു, അതുകൊണ്ട് ഇല്ലാതാവട്ടെ എന്ന് എവിടെയെങ്കിലും ലുലു മോളിലെ ഹൈപ്പർ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ലുലു മോളിലെ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന തെരുവ് കച്ചവടക്കാരോടാ. അവരൊക്കെ ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യത്തിൽ അവരൊരു 10 രൂപ കിട്ടാൻ വേണ്ടി ഇരിക്കുന്നവരോട്, ഒരു ദിവസം ചിലപ്പോൾ 200-300 രൂപ ലാഭത്തിന് വേണ്ടി ഇരിക്കുന്നവരോട് പോയിട്ട് 10 രൂപ കുറയ്ക്കുക, ഈ 50 രൂപയുടെ സാധനം 40 രൂപയ്ക്ക് ഇതാ എന്നാ പറയുന്നത്. ആ നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ കസ്റ്റമർ ചോദിക്കും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഉറപ്പിച്ച് പറയും, ഞാൻ ഡിസ്കൗണ്ട് ചോദിക്കാറില്ല. ഞാൻ ഡിസ്കൗണ്ട് ചോദിക്കുന്ന എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും ധൈര്യമായിട്ട്. ഞാൻ ചോദിക്കില്ല. അതുകൊണ്ട് ഒരാൾക്ക് ഞാൻ ഡിസ്കൗണ്ട് തരൂല്ല. അവരാ നാളെ വന്നിട്ട് ചോദിക്കാണ്, സാറേ ഡിസ്കൗണ്ട് വല്ലതും? ആയിക്കോട്ടെ, ഡിസ്കൗണ്ട് പരിപാടി ഇല്ല കേട്ടോ, നമ്മുടെ പരിപാടി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തരും, കാശ് വന്നില്ലെങ്കിലും പെട്ടെ. അത്രേ ഉള്ളൂ. വളരെ സീരിയസ് ആണ്. ഞാൻ പറഞ്ഞു, ഞാനും 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ചേർന്ന ആളാണ്. സത്യമായിട്ട് ഞാൻ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ചേർന്നതാണ്. ഞാൻ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തിയപ്പോ മിനിമം ഹാഫ് ടാങ്കിന് എബോവ് നമ്മുടെ ടാങ്കിലും പെട്രോൾ ഉണ്ടാവണം. ഞാനൊക്കെ ശരിക്കും അനുഭവിച്ച ഒരു ലോങ് റൂട്ട്, ഒരു ലോങ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എന്റെ കഥയെ പറയുന്നത്, ഒരു ലോങ് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, വണ്ടി വീട്ടിൽ നിന്ന് പെട്രോൾ പമ്പിൽ എത്താനുള്ള ഇതില്ല, നമ്മുടെ മൂഡ് പോയി. ശരിയാണോ? മറിച്ച് അബണ്ടൻസ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഞാൻ മാറ്റിയെടുത്തട്ടോ. ഞാൻ പറഞ്ഞത് ഇതൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഏതെങ്കിലും കോൾ വരുമ്പോൾ ഞാൻ വെറുതെ ഇരുന്നിട്ട് ബിസിയാണെന്ന് പറയുക. ഇതൊക്കെ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. ഞാൻ ഇന്നലെ ഒന്നും കൂടി വിശദീകരിച്ചു തരികയാണ്, ഇന്നലത്തെ പറഞ്ഞ കാര്യമാണെന്നെങ്കിൽ. അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അബണ്ടൻസ് മൈൻഡ് സെറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയുക. പ്രാർത്ഥിക്കുന്നവനായിക്കോട്ടെ. ഇപ്പൊ ഇതിൽ ചിലപ്പോ എന്താ പറയുക, ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയുന്ന ആളുണ്ടായിരിക്കും, എന്റെ മതത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറയുന്നുണ്ടായിരിക്കും. ആയിക്കോട്ടെ, നിങ്ങൾ മാനസികമായിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കുന്നത്, എനിക്കിന്ന് അഭിരാമിനോട് നന്ദി പറയണം, എനിക്കിന്ന് രമേശിനോട് നന്ദി പറയണം. അഭിരാം എന്റെ ക്ലാസ്സിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, എന്റെ ക്ലാസ് 1 മണിക്കൂർ നേരം കൃത്യമായിട്ട് കേട്ടു, രമേശ് കേട്ടു, എന്റെ ടീം ലീഡേഴ്സ് കേട്ടു, അവരെല്ലാം ടീമിനെല്ലാം വിളിച്ചുണർത്തി. അത് നല്ല കാര്യമല്ലേ? എത്ര പേര് 6 മണിക്ക് ഉണരാൻ സാധിക്കാതെ വിട്ടുപോകുന്നുണ്ട്, അവരെയൊക്കെ വിളിച്ചുണർത്തിയില്ലേ? അവരെ കൺഫേം ചെയ്തില്ലേ ഇവിടെ ഉണ്ട് എന്നുള്ളത്? എത്ര പേർക്ക് ഈ 10, 35, 40 പേർക്ക് എത്ര പേർക്ക് കിട്ടി? ഈ കൺഫർമേഷൻസ് അല്ലെങ്കിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ വൈകുന്നേരം എഴുതി തുടങ്ങി കഴിഞ്ഞാൽ, ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ നമുക്കുണ്ട്, ഇടാം. ഗ്രാറ്റിറ്റ്യൂഡ് എഴുത്. ഡയറി എഴുതുന്ന സ്വഭാവം വേണ്ട, ഓക്കെ, നോ പ്രോബ്ലം. ഡയറി എഴുതുന്ന ഇപ്പോഴത്തെ കാലത്തൊരു പ്രശ്നമല്ല. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് എഴുത്. ജേർണലൈസിങ് എന്ന് പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡിലെ ഏറ്റവും നല്ല കാര്യം. എഴുതി വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റാ. രണ്ടാമത്തെ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാം?
ലെറ്ററിലൂടെയോ മെസ്സേജിലൂടെയോ അയക്കാം. ഞാൻ അയക്കുകയാണ് ഒരു ദിവസം വൈകുന്നേരം എന്നിട്ട്, പ്രിയപ്പെട്ട അഭിരാം, ഞാൻ താങ്കൾ കാരണം ഇന്ന് വളരെയധികം സന്തോഷിച്ച ദിവസമാണ്. താങ്കൾ ഇന്ന് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ടായി. നന്ദിയുണ്ട് സഹോദര. അഭിരാം അത് കാണുന്ന സമയത്ത് അഭിരാമിന്റെ ഒരു സന്തോഷം എന്താണ്? അഭിരാം ഉറപ്പായിട്ട് തിരിച്ചയക്കും താങ്ക് യു. പക്ഷെ ആ നന്ദി അതൊരു ഭയങ്കര വലിയ സംഭവമല്ലേ? ആണോ? നിങ്ങളത് ആലോചിച്ചു. നിങ്ങൾക്ക് നന്ദി പറയാനുള്ള ആളോട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലല്ല, നേരിട്ട് പറഞ്ഞു നോക്ക്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ നിങ്ങൾ പാർട്ട്നേഴ്സിനോട് നന്ദി പറയാറുണ്ടോ? ഉണ്ടോ? ഒരാള് ഇപ്പൊ ഭർത്താവിനോട് ഭാര്യമാരോടാണ് പറയുന്നത്. ഭർത്താവിന് 4 മണിക്ക് എഴുതി അയച്ചിട്ടുണ്ടാവും ലിസ്റ്റ്, പാല്, പപ്പടം, പഞ്ചസാര, പരിപ്പ്. അഥവാ ഭർത്താവ് കൊണ്ടുവരുന്ന സമയത്ത് നോക്കിയിട്ട് പാല് കൊടുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുക. സാധനം കൊണ്ടുവന്ന് വെച്ച് ടേബിളിന്റെ മുകളിലോ കയ്യിലോ തരുന്ന സമയത്ത് ആദ്യം നോക്കിയിട്ട് പാല് കൊണ്ടുവന്നില്ലല്ലോ, അതെന്താ കൊണ്ടുവരാത്തെ എന്നല്ല ചോദിക്കേണ്ടത്. താങ്ക് യു, എന്തേ പറ്റി, പാല് വാങ്ങാൻ മറന്നു പോയതാണ്. ആ ഒരു ചോദ്യവും എന്താ പാല് കൊണ്ടുവരാത്ത എന്ന് ചോദിക്കുന്നത് വ്യത്യാസമുണ്ട്. തിരിച്ചു ഭർത്താക്കന്മാര് ഭാര്യമാരോടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വൈകുന്നേരം രാത്രി 5 മിനിറ്റ് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നന്ദി പറഞ്ഞു നോക്ക്. പല കുടുംബ പ്രശ്നങ്ങളും അവിടെ തീരും. പല കുടുംബ പ്രശ്നങ്ങളും അനാവശ്യമായിട്ടുള്ള ഈഗോസ് വരുമ്പോഴാണ് നന്ദി പറയാൻ, അതേപോലെ തന്നെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊക്കെ മടി വരും. ആ ഈഗോസ് അവസാനിപ്പിക്കും. നിങ്ങളുടെ രണ്ടാമത്തെ പോയിന്റ് മൈൻഡ് സെറ്റ്, അബണ്ടൻസ് മൈൻഡ് സെറ്റ് ആക്കാനുള്ള രണ്ടാമത്തെ പോയിന്റ് എന്നറിയും, ഹാവ് ഇറ്റ് ഫ്രം ഹേർട്ട്, ഗീവ് ഇറ്റ് ഫ്രം ഹേർട്ട്. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുക. ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക. എന്തു തന്നെയാണെങ്കിലും, സ്നേഹമാകട്ടെ, ഗിഫ്റ്റുകളാകട്ടെ. ഒരു ബിസിനസ്സുകാരൻ നിങ്ങളുടെ ടീമിനോട് എങ്ങനെയാണ് ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്നത്? ഇടയ്ക്ക് ഓരോ ഗിഫ്റ്റൊക്കെ കൊടുക്കാം, ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ. വാലന്റൈൻസ് ഡേക്ക് സ്ഥിരമായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. പലരുടെയും വിചാരം പ്രേമം മൂത്തിട്ട്, ശ്രീജിത്ത് സാർക്ക് പ്രേമം മൂത്തിട്ട് കൊടുക്കുന്നതാണ്. അല്ല, അതെന്റെ ഒരു സ്വഭാവമാണ്. എന്റെ സ്നേഹം, എന്റെ സന്തോഷം ഞാൻ ചെറിയ ഗിഫ്റ്റുകൾ, വലിയ ഗിഫ്റ്റ് ഒന്നല്ല, 20 രൂപയുടെ 50 രൂപയുടെ ഉള്ളിലുള്ള ഗിഫ്റ്റുകൾ. എൻ്റെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിച്ച ആളുകളുണ്ട്, ആൺപെൺ വ്യത്യാസമില്ലാണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന, അത് നിങ്ങളുടെ മനസ്സിനെ വളർത്തുക ചെയ്യുക. വലിയ മനസ്സുള്ളവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ, വലിയ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ സെൽഫിഷ് ആയിട്ട് നമ്മളിലേക്ക് ചുരുങ്ങി, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചെയ്യുമ്പോൾ ചെയ്യരുത്, അരുത് എന്നല്ല. നീ ചെയ്യുമ്പോൾ നിന്റെ കൂട്ടുകാരനെയും കൂടി പഠിപ്പിക്കുക, നിന്റെ കൂട്ടുകാരനെ കൂടി നല്ലത് വരുന്നത് ചെയ്യിപ്പിക്കുക. സെൽഫിഷ് ആയിട്ട് ഭക്ഷണം, ചിലപ്പോൾ ചില മാതാപിതാക്കളുണ്ട്, പ്രത്യേകിച്ച് ചില മാതാക്കൾ, അവരെന്ത് ചെയ്യും, ഭക്ഷണം കൊടുത്തുമ്പോ നീ ഫുള്ള് കഴിച്ചോളൂ, വേറെ ആർക്കും കൊടുക്കണ്ട കേട്ടോ എന്ന് പറയുന്നവരുണ്ട്. വേറെ ഒരാൾക്കും ഷെയർ ചെയ്തെന്ന് പറയും. ഷെയർ ചെയ്യണം. ഇതിവിടെ ഇരിക്കുന്ന പലരും കോളേജില്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ബെഞ്ചിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഫുഡ് ഷെയർ ചെയ്ത മൊമെന്റ്സ് അല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മ ഉള്ളത്? ആണോ? അത് വലിയ മൈൻഡ് സെറ്റാണ്. ഞാൻ പറഞ്ഞത് ഇതൊന്നും വലിയ സംഭവമായിട്ട് നമുക്ക് ചിന്തിക്കില്ല, പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് വളരെ വലിയ കാര്യമാണ്. നിങ്ങൾ ചെറിയ കാര്യങ്ങളാണ്, ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ വളർച്ച ഉണ്ടാവുക. 10 രൂപ ടിപ്പ് കൊടുക്കാണ്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ വലിയ സംഭവമാണ്, ഞാൻ 10 രൂപ ലാഭിച്ചു എന്ന് ചിന്തിക്കുന്നതല്ല. നിങ്ങളെ നന്നായി സെർവ് ചെയ്ത ഒരാളെ നിങ്ങൾ പൈസ ടിപ്പ് കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. എന്ത് തെറ്റ്? എന്റെ ജോലിയെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചിട്ട് വേണം ഞാൻ ജോലി ചെയ്യാൻ. എന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും. ഞാൻ രാവിലെ 6 മണിക്ക് ഇവിടെ ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്കറിയാം ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കണം. 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഇന്നിപ്പൊ കുറെ ആളുകളെ കാണണമല്ലോ, ഇവന്മാരൊക്കെ രാവിലെ എഴുന്നേറ്റ് വരാൻ തന്നെ മടിയാ, ഇനി അവന്മാർക്ക് ക്ലാസ് എടുക്കാനാ ഞാൻ പോകുന്നത്, എന്തെങ്കിലും അതാണാവോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരുന്നതിൽ പരിമിതികളുണ്ട്. മറിച്ച് ഇന്നത്തെ കണ്ടന്റ് എനിക്ക് മാക്സിമം നന്നാക്കണം.
ഉഷാറാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ 5 മണിക്ക് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഗുഡ് മോർണിംഗ് കഴിച്ചിട്ട് ഞാൻ 2 നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിന്റെ ഉള്ളിലൂടെ അങ്ങോട്ടും കൂടെ നടക്കുക. കാരണം എന്താ പറയുക, ഇന്നത്തെ കണ്ടന്റ് എന്തായിരിക്കും, ഇന്നത്തെ കണ്ടന്റ് എന്തായിരിക്കണം, അത് ഞാൻ ഇന്ന് ടീമിന് കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ലഭിക്കണം എന്നുള്ളത് എന്റെ മനസ്സിൽ, ഞാൻ ആത്മാർത്ഥമായിട്ട്, ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. അതാണ് എന്റെ എപ്പോഴും എന്റെ ചിന്ത. ഇന്നത്തെ കണ്ടന്റ് നന്നാവണം. ഞാൻ നിഷയോട് എപ്പോഴും പറയുന്നത്, നിഷ എനിക്ക് ടെൻഷൻ ഉണ്ട്, എന്ത് കൊടുക്കും ഞാൻ? അപ്പൊ നിഷ മുഖത്തൊക്കെ ചിരിച്ചിട്ട് പറയും, ഇത് തുടങ്ങി എന്ന് പറയും. എത്ര പ്രിപ്പയർ ആയിട്ടുള്ള ക്ലാസ് ആണെങ്കിലും, എത്ര തവണ എടുത്ത ക്ലാസ് ആണെങ്കിലും, ടോപ്പിക് ആണെങ്കിലും, ഇപ്പോഴും ഞാൻ കയറുന്നതിന് മുന്നേ എനിക്ക് ടെൻഷനാണ്. കാരണം എനിക്കത് ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം, കളിച്ച് ചിരിച്ച് അവന് മനസ്സിലാകുന്ന രീതിയിൽ കൊടുക്കണം. അല്ലെങ്കിൽ ഈ പിങ്കി ഒന്നും എന്റെ മുന്നിൽ വന്നിരിക്കില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എന്താ, ഞാൻ അന്നത് ഹൃദയത്തിൽ നിന്ന് കൊടുത്തുകൊണ്ട്, ചിലർക്ക് കിട്ടും അത് ഡയറക്റ്റ്ലി, ചിലർക്ക് കിട്ടില്ല. ക്ലിയർ? സോ അതിൽ തിരിച്ച് ചിലപ്പോൾ രണ്ടാമത്തെ കാര്യം, അതിൽ നിങ്ങളൊരു കാര്യമുണ്ട്, ഇത് കൊടുക്കുമ്പോൾ ഡോണ്ട് എക്സ്പെക്ട് ബാക്ക്. എക്സ്പെക്ടേഷൻ, അത് ഏതോ സിനിമയിൽ ഞാൻ ധർമ്മജൻ പറഞ്ഞ ഡയലോഗായിട്ട് കണ്ടു, പഞ്ചവർണ്ണ തത്ത, രമേശ് പിഷാരുടെ സ്ക്രിപ്റ്റ്. എക്സ്പെക്ടേഷൻ ആണ് പ്രശ്നം. എന്താണ് എക്സ്പെക്ടേഷൻ? നമ്മൾ കൊടുക്കുമ്പോൾ അവൻ നമ്മളോട് തിരിച്ച് അതുപോലെ പെരുമാറും എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ് പ്രശ്നം. വേണ്ട, എന്തിനാ എക്സ്പെക്ടേഷൻ? സോ വെരി സീരിയസ്ലി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ടീമിന് വല്ലപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന ദിവസം ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കും. നിങ്ങളുടെ കമ്പനിയുടെ പേര് പതിച്ചതായിക്കോട്ടെ, പതിക്കാത്തതായിക്കോട്ടെ, ഗ്ലാസ്, കപ്പ്, ബുക്ക്, അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു നോക്ക്. അത് നഷ്ടമാണെന്ന് നിങ്ങൾ കരുതണ്ട. 10 പേരുള്ള ടീമിൽ 20 രൂപയുടെ 50 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് 500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് അത് നഷ്ടമാണെന്ന് നിങ്ങൾ കരുതണ്ട. അത് നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പമാണ്, അത് നിങ്ങളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്താനുള്ള ഒരു ആക്ഷൻ ആണെന്ന് ചിന്തിച്ചിട്ട് ചെയ്തു നോക്ക്. നിങ്ങളുടെ ടീം ഇപ്പൊ ചെയ്യുന്നതിന്റെ അതിനേക്കാൾ ഇരട്ടിയോ അല്ലെങ്കിൽ അതിനേക്കാൾ എന്തായാലും നിങ്ങൾക്ക് തിരിച്ചു തരും, ഉറപ്പാണ്. ഇവിടെ ഇരിക്കുന്ന പലരും, ഞാൻ അതിന് പേരെടുത്ത് പറയുന്നില്ല, അത് മാത്രമല്ല, പലരും ഇവിടെ വന്നിരുന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഞാൻ അവരെ കാണുന്ന, അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇന്ന ആള് എൻ്റെ അടുത്ത് വന്നിട്ട് നന്ദി പറയും, അല്ലെങ്കിൽ ഈ ആള് എന്നോട് വന്നിട്ട് എന്റെ എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കും. ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും അവരവന്റെ കാര്യം. പക്ഷെ ഞാൻ സെൽഫിഷ് ആവാതിരിക്കുക എന്നുള്ളതാണ് എന്റെ പോളിസി. പക്ഷെ ഞാൻ ഒരു കീപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മാക്സിമം അവൈലബിലിറ്റികൾ ഞാൻ കുറയ്ക്കും. എന്തിനാണെന്നറിയോ? അവൈലബിലിറ്റി കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ വാല്യൂസ് ഓട്ടോമാറ്റിക്കലി കൂടും. അത് നിങ്ങളുടെ ഫാമിലിയുടെ അടുത്താണെങ്കിലും നിങ്ങളുടെ അടുത്താണെങ്കിലും. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. സംടൈംസ് യു ഹാവ് ടു സേ നോ, ബട്ട് നോട്ട് ടു യു. നിങ്ങൾ ചില സമയത്തെങ്കിലും നോ പറയേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ അടുത്തല്ല, മറ്റുള്ളവർ. നമ്മൾ ഈ വള്ളി പിടിക്കുന്ന കേസ് ഉണ്ടല്ലോ. എന്താ ഈ വള്ളി പിടിക്കുന്ന കേസ്? മറ്റുള്ളവൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് നോ പറയാൻ സാധിക്കാതെ നമ്മൾ അവന് വേണ്ടിയിട്ട് കഷ്ടപ്പെടും. അവനോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് എന്തോരം നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അറിയും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നോ പറയുന്നത് നമ്മളോടാണ്. എന്നെ കൊണ്ട് അത് സാധിക്കില്ല, ഞാനത് ചെയ്യില്ല, എന്റെ മാക്സിമം ഇതാണ്, എനിക്കിനി പറ്റില്ല, ഈ മാസം ഞാൻ ഫെയിലാണ്. ഇങ്ങനെ നോ എന്ന് പറയുന്ന ആരോടാ? അവനവനോടാണ്. എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബ്രെയിനിന് ഒരു സ്വഭാവമുണ്ട്, റിയാലിറ്റിയും ഇമാജിനേറ്റീവും രണ്ടും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റില്ല. രണ്ടും ഒന്നാണെന്ന് വിശ്വസിക്കും ബ്രെയിൻ. ഇപ്പൊ വിഷ്വലൈസേഷൻ എന്തുകൊണ്ട് ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന് കൊടുക്കുന്ന ഇമാജിനേഷനും അതുപോലത്തെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല. അപ്പൊ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ അതുപോലെ ആയി പോകുന്നു. ഇമാജിനേഷൻ നമുക്ക് നേരിട്ട് റിയാലിറ്റിയിലേക്ക് വരുന്നു. ഇതാണ് തത്വം. ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ തത്വം പറയുന്നത്. പക്ഷെ ആ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നിങ്ങൾ വരുന്നത് പോലെ തന്നെ നിങ്ങളോട് നിങ്ങളുടെ മനസ്സ് പറയുകയാണ് നോ നോ നോ, എന്നെ കൊണ്ട് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല, ഇതിപ്പോ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന എത്രയോ പേര് ഇതിലുണ്ട്. 6 AM ക്ലബിന്റെ ഗ്രൂപ്പില് 6 AM ആണ്, 6 മണിക്ക് എഴുന്നേറ്റുള്ള പരിപാടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് വിശ്വസിക്കുന്ന എത്രയോ പേര് നമ്മുടെ ഗ്രൂപ്പിൽ ഇരിപ്പുണ്ടെന്നേ. സീരിയസ്ലി
അവരെന്തുകൊണ്ട് അവരോട് പറയുകയാണ് നോ 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 എന്ന്. നിങ്ങൾ അത് നിർത്ത്, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഞാനൊരു ഇവിടെ കാര്യം, ഇവിടെ പലരും ഇൻഷുറൻസ് ഏജന്റുമാരാണ്. അതിൽ അമ്പിളി എന്തുകൊണ്ടാണ് ഇന്നലെ പരിചയപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ഫിനാൻഷ്യൽ അഡ്വൈസർ ആവണമെന്ന് പറഞ്ഞത്? SBI ലൈഫ് ഒന്നും എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് ഇന്ത്യയിലെ നമ്പർ 1 ഫിനാൻഷ്യൽ അഡ്വൈസർ ആവണം. പുള്ളിക്കാരി എന്തെങ്കിലും പറയും, പുള്ളിക്കാരിക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, എനിക്കറിയാം പേഴ്സണലി. ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലംസും ഇഷ്യൂസും മാത്രമേ ഉള്ളൂ കുട്ടിയുടെ ജീവിതത്തിൽ. പക്ഷെ ആള് ചിന്തിക്കുന്നത് എന്നെ കൊണ്ട് അത് സാധിക്കും എന്നുള്ളതാ. എല്ലാ പ്രശ്നങ്ങളോടും മാറ്റി വെച്ചിട്ട് എന്റെ ലക്ഷ്യം ഇതാണെന്ന് ചിന്തിക്കുന്നത്. അത് എന്തുകൊണ്ടറിയോ? അവനവനോട് നോ പറയുന്നില്ല. സാധാരണ ഒരു വീട്ടമ്മയായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കരയാനുള്ള പ്രശ്നങ്ങൾ അമ്പിളിയുടെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ അമ്പിളി അതിന് ഇരുന്ന് കഴിഞ്ഞാൽ പാടി. മറിച്ച് അമ്പിളിയുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളോട് നോ പറയലാണ് അമ്പിളിയുടെ ജോലി. എന്നിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നതാണ്. അതായത് നിങ്ങൾ നോ പറയേണ്ടത് അനാവശ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന, അനാവശ്യമായിട്ട് നിങ്ങളുടെ സമയം കൊല്ലുന്ന, നിങ്ങളെ അനാവശ്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന, നിങ്ങളുടെ മെന്റാലിറ്റി മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളോട് നിങ്ങൾ നോ പറയും. എന്നിട്ട് നിങ്ങളോട് നിങ്ങൾ യെസ് പറയും, എന്നെ കൊണ്ട് സാധിക്കുന്നു പറയും. ഇവിടെ പലരുടെയും ബിസിനസ് അച്ചീവ് ചെയ്യാത്തവര്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബിസിനസ് അച്ചീവ് ചെയ്യാത്തതിന്റെ പേര് എന്നെ കൊണ്ടത് സാധിക്കില്ല, എന്നെ കൊണ്ടത് സാധിക്കില്ല, ഞാൻ അവനെ പോലെ അല്ലല്ലോ, എന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. നിങ്ങളും അവനും തമ്മിൽ എന്താ വ്യത്യാസം? അവന് 2 കാല്, നിങ്ങൾക്ക് 2 കാല്. അവന് 2 കൈ, നിങ്ങൾക്ക് 2 കൈ. ഒരു തലയിൽ തന്നെ അവനുള്ളൂ, നിങ്ങൾക്ക് ഒരു തല തന്നെ ഉള്ളൂ. ആകൃതിയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അത് അവൻ കഴിക്കുന്ന ഭക്ഷണവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും തമ്മിലാണ് വ്യത്യാസം, അത്രയും. പക്ഷെ അവരും തമ്മിൽ എന്താ പറ്റും? അവന് മനസ്സുണ്ട്, നിങ്ങൾക്ക് മനസ്സുണ്ട്. മൈൻഡ് സെറ്റ് ഈസ് ഡിസൈഡിങ് യു. കപ്പല് കടലിലൂടെ പോകുന്ന സമയത്ത് ഞാൻ പരാജയപ്പെട്ടു, ഇനി എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഒരു ക്യാപ്റ്റൻ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയോ ജീവനാണ് പോവുക എന്ന് ചിന്തിക്കേണ്ടതാണ് ക്യാപ്റ്റന്റെ ജോലി. കടലിനോട്, കാറ്റിനോട് പറയണം നോ, നിർത്ത്, ഞാൻ ഓടിക്കട്ടെ എന്ന് പറയാനുള്ള ചിന്ത വേണം. ഇത് എത്ര പേർക്കുണ്ട്? അതായത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്താനുള്ള പ്രധാനപ്പെട്ട ആക്ഷനാണ് നോ പറയുക. ജീവിതത്തിൽ ഞാൻ പറഞ്ഞത്, എന്റെ മെന്റർ എന്നെ പഠിപ്പിച്ച ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു പ്രോക്രാസ്റ്റിനേഷൻ, രണ്ടാമത്തെ കാര്യം നോയാണ്. ഞാൻ പലരോടും നോ പറയും. എന്റെ ജീവിതത്തിൽ എന്റെ ടൈം കൊല്ലുന്ന പല പ്രവൃത്തികളിലും, അതിവിടെ ഞാൻ അഭിമാനത്തോടെ പറയാം, എന്റെ സിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്, എന്റെ ബ്രദറും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഉണ്ട്. അഭിമാനത്തോടെ ഞാൻ പറയും, ഞാൻ ബാക്കി എന്ത് കാര്യത്തിൽ വളരെയധികം എന്താ പറയാ സംഭവമാണ് അങ്ങനൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അനാവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനും ഞാൻ എൻ്റെ വീട്ടിൽ പോവാറില്ല. കാരണം അന്നത്തെ ദിവസം ഞാൻ ഏതെങ്കിലും ഒരു ക്ലയന്റിന് എന്തെങ്കിലും ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. മറിച്ച് ഞാൻ അവൈലബിലിറ്റി ഒരു ഫംഗ്ഷന് കൊടുത്ത രാവിലെ തൊട്ട്, ഉദാഹരണമായിട്ട് ഒരു കല്യാണം നടന്നു വെക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ദിവസം പോയി കിട്ടുകയും നമ്മളെ പറ്റി 4 കുറ്റം ആൾക്കാർ പറയുന്നത് കേൾക്കുകയും ചെയ്യും. നമുക്ക് അതിനുള്ള പ്രത്യേകിച്ച് കാര്യങ്ങൾ നടക്കില്ല, പ്രത്യേകിച്ചൊന്നും നടക്കില്ല. 10 കോളും വരും, ഫോണും വരും, നമ്മൾ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആവും. മറിച്ച് ഞാൻ വരില്ല കേട്ടോ, എനിക്ക് തിരക്കാണ്, എനിക്ക് ലീവില്ല എന്നൊരു ഡയലോഗ് അടിച്ചാൽ ആ പ്രശ്നം അവിടെ തീർന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ അടുത്ത മാസം ഫംഗ്ഷൻ വരുന്നുണ്ട്, എന്തോ ഒരു ഫംഗ്ഷൻ, വീട്ടിലല്ല, ബന്ധു. നീ വരുന്നുണ്ടോ? ഞാൻ ചിരിച്ചു. അല്ല, നീ വരില്ല എന്നറിയാം, എന്നാലും ചോദിച്ചു എന്ന് മാത്രം. നോ പറയാൻ ഒരു മടി വിചാരിക്കേണ്ട, ആവശ്യമില്ലാത്ത. അത് എങ്ങനെയാണ് നോ പറയേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് വരുമ്പോൾ പഠിക്കുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരൻ എവിടെ നോ പറയണം, എങ്ങനെ നോ പറയണം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു. ഈ പോയിന്റ് കഴിയുമ്പോൾ 2 പോയിന്റ്, ഇപ്പൊ ഇന്നലെ സാക്കീർജി ഇന്നലെ ഗ്രൂപ്പിലിട്ട മെസ്സേജ് ഉണ്ടായിരുന്നു, രമേശ് ജി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ഇന്ററാക്റ്റീവ് സെഷൻ ആക്കണം. എനിക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാനാണ് താല്പര്യം. ഞാൻ 2 പോയിന്റ് പറഞ്ഞു. ഹൃദയത്തിൽ നിന്നും കൊടുക്കുക. രണ്ടാമത്തത് പറഞ്ഞത് നോ പറയാൻ നിങ്ങളോടല്ല, മറ്റുള്ളവരോട് പറയാൻ പഠിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ പറഞ്ഞു, ഇതുകൊണ്ട് ഗുണമോ ദോഷമോ നല്ലതോ മോശമോ എന്തേലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. 2 മിനിറ്റ് നമുക്ക് സംസാരിക്കാം. ഞാനിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഉയർന്നു പോകും, മറ്റേ ഫിലോസഫിയൊക്കെ വന്ന് താല്പര്യമില്ല. പറഞ്ഞു നീ രമേശ് പറയൂ. ഞാനേ ഇപ്പോ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ വിസിബിലിറ്റി നമ്മുടെ കുറയ്ക്കുക എന്നുള്ളത്, അവൈലബിലിറ്റി.
അപ്പോൾ അവൈലബിലിറ്റി. അവൈലബിലിറ്റി കുറയ്ക്കാന്ന് പറയുമ്പോൾ തന്നെ അറ്റ് ദ സെയിം ടൈം ബിസിനസ്സുകാർക്ക് വേണ്ടതല്ലേ വിസിബിലിറ്റി. വിസിബിലിറ്റി വേണം. എവിടെ വിസിബിലിറ്റി വേണം? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിസിബിലിറ്റി ആയിട്ട് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ മുന്നിൽ വിസിബിൾ ആവുന്നു എന്ന കാര്യമില്ലേ? അല്ല, നമുക്ക് നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവാലോ. നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഡു യു ഹാവ് എ ബയർ പേഴ്സോണ വിത്ത് യു? ആ ബയർ പേഴ്സോണിൽ മാത്രം നിങ്ങൾ വിസിബിൾ ആയാണ്. ശരിയാണ്, നിങ്ങളൊരു ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയും. താങ്കൾ ഒരു ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്ന ആള് ജീവിതത്തിൽ നാട്ടിലെ എല്ലാ വരുമാനമുള്ള ആളുകളെയും നിങ്ങൾ ഇൻഷുറൻസ് ഏജന്റാന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും. നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്ന, ടാക്സ് അടയ്ക്കുന്ന, ഏറ്റവും നന്നായിട്ട് ഇൻഷുറൻസ് ഒരു പുഷിങ്ങും ഇല്ലാണ്ട് വാങ്ങുന്ന ആൾക്കാരാരാ? ടാക്സ് അടയ്ക്കുന്ന, ജീവിതത്തിൽ സേഫ്റ്റി വേണം, സെക്യൂരിറ്റി വേണം, കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളല്ലേ. അവരെ ഇങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അല്ലാണ്ട് ഡിജിറ്റലിനെ പോലെ ഇന്നലെ ശമ്പളം കിട്ടി തുടങ്ങിയ ഒരാളോട് പോയിട്ട് പറയുകയാണ് നിങ്ങളൊരു പോളിസി എടുക്കും. പോളിസി കണ്ടിട്ടില്ലേ? ഇൻഷുറൻസിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ബെഗിങ് ആണ്, റിക്വസ്റ്റിംഗ് അല്ല, ബെഗിങ്. ശരിയല്ലേ? ആ ബെഗിങ് കാരണമാണ് നമ്മുടെ നാട്ടിലെ LIC ഇൻഡസ്ട്രി പകുതി തകർന്നത്. ആളുകൾ LIC ഏജന്റ് എന്ന് കേൾക്കുമ്പോഴേ പുച്ഛത്തോടെ. പക്ഷെ എനിക്കറിയാം, ഒരാളെ പോലും അങ്ങോട്ട് ഫോൺ ചെയ്യാതെ ക്രോർപതി അടിക്കുന്ന ആളെ എനിക്കറിയാം. ഒരാളെ പോലും ഇങ്ങോട്ട് കസ്റ്റമർ വിളിക്കും. വൈ? അവൻ കൃത്യമായിട്ട് വേണ്ടോടത്തെ വിസിബിലിറ്റി കൊടുക്കുള്ളൂ, അവൈലബിലിറ്റി കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക് രമേശ്, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ താങ്കളുടെ തോളത്ത് കൈയിട്ടിട്ട് നടക്കും. എല്ലാ ദിവസവും താങ്കളെ ഞാൻ കോഴിക്കോട് അങ്ങാടിയിൽ, കോഴിക്കോടല്ലേ വീട്? എവിടെ വീട്? ചെറുത്. നിങ്ങളുടെ നാട്ടില് നിങ്ങളെ ചുറ്റും പഠിപ്പിക്കാൻ നിങ്ങളുടെ തോളത്ത് കൈയിട്ട് നടക്കും. നിങ്ങളെ പോലെ അഭിരാമിന്റെയും അതുപോലെ രജീഷിന്റെയും ഭവ്യയുടെയും എല്ലാവരുടെയും തോളത്തൂടെ കൈയിട്ട് ഞാൻ നടക്കും. നാളെ ക്ലാസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ, പറയട ശ്രീജിത്തെ, എന്തായിരുന്നു ഇന്നലെ വൈകുന്നേരം എങ്ങനെ നീ 2:30 അടിച്ചിട്ട് എപ്പോഴാ വീടെത്തിയ എന്ന് ചോദിക്കുക. ആണോ? ഈവൻ കസ്റ്റമറുടെ മുന്നിൽ നമുക്ക് വില ഉണ്ടാവണമെങ്കിൽ അവൈലബിലിറ്റി കുറച്ചാൽ മതി. ഞാൻ തീരെ കൊടുക്കരുത് നല്ലട്ടോ പറഞ്ഞു മനസ്സിലായല്ലോ. വേണ്ടവിടത്ത് കൊടുക്കുക. അഭിരാമൻ ഇന്നലെ എന്നോട് ഒരു കാര്യം ചോദിച്ചു. ഞാൻ അഭിരാമൻ അത് ഓർത്ത് ഞാൻ രാത്രി അയച്ചു. ഇല്ലേ? എന്തായാലും അഭിരാമൻ ചോദിച്ചല്ലേ, ഞാനന്ന് ഫോൺ ചെയ്തു. അഭിരാമൻ എന്താ വിശേഷങ്ങൾ? എന്താ വീട്ടിൽ ഭാര്യയും കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു? എങ്ങനെയുണ്ട് കച്ചവടങ്ങൾ? എന്തൊക്കെ പറയുന്നു? ഇന്നലെ ഇപ്പൊ ഏത് ബ്രാൻഡാ അടിച്ചത്? ഓൾഡ് മങ്ക് എനിക്ക് പറ്റില്ലടോ, എനിക്ക് ഷുഗർ ആണ്, അതുകൊണ്ട് ഓൾഡ് മങ്ക്. ഞാൻ സ്ഥിരമായിട്ട് അടിക്കുന്നത് ഷിവാസ് ആണ്. ഇതാണോ ഞാൻ സംസാരിക്കുന്നത്? ഇല്ല. ഞാൻ അഭിരാമനോട് പറഞ്ഞ, അഭിരാമൻ ഇതാണ് നമ്മുടെ 5AM ക്ലബിന്റെ 5AM റൂട്ടീൻ, ഇത് ഫോളോ ചെയ്തോളൂ. എന്നോട് ചോദിച്ചു, അത് മാത്രം ഞാൻ കൊടുത്തു. അതിന്റെ അപ്പുറത്ത് ഞാൻ ഒരു വാക്ക് ഞാൻ പറയാൻ വന്നിട്ടുണ്ടോ? എന്തിന്? ജീവൻ സാർ, എത്ര കാലമായി ജീവൻ സാറ്? ജീവൻ സാറോട് ഞാൻ ഒരു പരിധിക്കപ്പുറം ഞാൻ സംസാരിച്ചിട്ട് ചോദിച്ചു. എന്റെ പെങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അവളോട് ഞാനൊരു പരിധിക്കപ്പുറം സംസാരിച്ചിട്ട് ചോദിച്ചു. കച്ചവടം പറയുമ്പോ കച്ചവടം. അതിന് വന്നിട്ട് അതിനുശേഷം വീട്ടിൽ വന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ എല്ലാ മൂഡിലാണെങ്കിൽ പിന്നെ തനി കൂതറയായിരിക്കും ഞാൻ ചിലപ്പോൾ. പക്ഷെ വേണ്ടവിടത്തെ കാണിക്കാൻ പാടും. ക്ലിയർ ആയ രമേശ്? ഞാൻ പറഞ്ഞത് ഒന്ന് എക്സാമ്പിൾ അടിച്ചു. ഇനി എനിപടി പറയേ, എന്താ നിങ്ങളൊക്കെ ഇന്ററാക്റ്റീവ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ പരിപാടി നിർത്തി വന്നു. പറ, അല്ലെ പോയിന്റ് 2-3 പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് അടുത്ത പണി ബാപ്പാക്ക് ദുബായിക്ക് കൊള്ളാം. പറയും. ഇല്ലേ? എത്ര പേര് ഹൃദയത്തിൽ നിന്ന് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് നിങ്ങളുടെ കമ്പനിയിലെ ആളുകൾക്ക്, സ്റ്റാഫുകൾക്ക്? എന്താണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന സംഭവം? നിങ്ങളുടെ ബർത്ത്ഡേ, നിങ്ങളുടെ കമ്പനിയുടെ ആനുവൽ സെലിബ്രേഷൻസ്, ചെറിയ ചെറിയ ഫങ്ഷൻസ് എത്ര പേര് കൊടുക്കാറുണ്ട്? ഒരു 100 രൂപയുടെ ഗിഫ്റ്റ് കൊടുക്കാൻ മടിക്കുന്നവർ എത്ര പേരുണ്ട്? ഇൻസെന്റീവ് കൊടുക്കാൻ മടിക്കുന്നവർ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? അത് പറയും. എനിബഡി കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. യെസ്, കൊടുക്കുന്തോറും കിട്ടും. എക്സ്പെക്ട് ചെയ്യാതിരുന്നാൽ മതി, തിരിച്ചെന്തെങ്കിലും കിട്ടുന്നത് ഓർക്കണം. നിർബന്ധമായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്, നിങ്ങളുടെ ടീമിന്, നിങ്ങളുടെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒക്കെ ചെറുതായിട്ട് എന്തെങ്കിലും, ഒന്നില്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന നല്ലതാണ്. യെസ്, രാഹുൽ കൊടുക്കാറ്.
ഇനി വേറെ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയും. ഉണ്ടോ? സപ്പോർട്ട് സാർ പറഞ്ഞതൊക്കെ കറക്റ്റാ. ഈ അവൈലബിലിറ്റി കുറക്കുക എന്ന് പറഞ്ഞ ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് അപ്പൊ ചോദിക്കും പിന്നെ ബന്ധുക്കളുടെ കല്യാണോ അതുപോലെ എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്യും. അതും നേരത്തെ പോയിട്ടൊക്കെ വരും. അന്നത്തെ ദിവസം പോയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റരുത്. കാരണം എനിക്ക് വേറെ ആരും ഇല്ല ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ മാക്സിമം നേരത്തെ അപ്പൊ എല്ലാവരും ക്ഷണിക്കാൻ വരുമ്പോ തന്നെ അവര് ചോദിക്കുന്നത് നിനക്ക് സമയം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഞാൻ ഒരു ഇൻഷുറൻസ് അഡ്വൈസർ ആണ്. പണ്ട് മുതലേ ബന്ധുക്കളോടൊന്നും പറയാറില്ല നമ്മളുടെ കച്ചവടം ചോദിക്കാറില്ലല്ലോ. നമ്മളുടെ ഫ്രണ്ട്സ് അല്ല. ആദ്യം നമ്മള് മടി മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്തുള്ള ആളുകളോട് പറയാൻ വേണ്ടി പറയുമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യം നമ്മളെ കൂടുതൽ ഇവര് നെഗറ്റീവ് ആക്കും. നമ്മള് ഈ ജോലി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡിൽ നിന്ന് ഓടി മറയും. ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ കാണുമ്പോ അയ്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി അത് കൊടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് ഫേസ് തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ട് ഞാൻ ബന്ധുക്കളോടും പറയാറില്ല, ഏറ്റവും അടുത്തുള്ളവരോടും പറയാറില്ല. എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇതുവരെയും കാണാത്ത എത്രയോ പേരുണ്ടെന്ന് അറിയാം. ഇതുവരെ 15 ലക്ഷം ഒക്കെ വെച്ചിട്ട് പ്രീമിയം തന്നിട്ട് ഇതുവരെ നേരിട്ട് കാണാത്ത ആളുകളുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെ. പിന്നെ അത് ഈ അവൈലബിലിറ്റിയുടെ കാര്യം കറക്റ്റ് ആണ്. നമ്മൾ കുറെ സമയം ആരെങ്കിലും നമ്മളെ എപ്പോഴെങ്കിലും കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാട്സപ്പിൽ ആദ്യം മെസ്സേജ് ചെയ്യണേ ഇപ്പൊ ഒരു കോൾ ചെയ്തോട്ടെ, അതായത് അത്രയ്ക്ക് ഇതുണ്ട്. പിന്നെ കസിൻസ്, ഞങ്ങള് കുറെ കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതില് പല ആളുകളെയും വിളിക്കാത്ത കല്യാണങ്ങൾക്കൊക്കെ വരെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരെ മുന്നിൽ ഇപ്പൊ നമ്മള് വലിയ പിന്നെ നമ്മുടെ കിട്ടുന്ന അച്ചീവ്മെന്റ്സ് ഒക്കെ ഫേസ്ബുക്കിലൂടെ അറിയുന്നുണ്ട് എല്ലാവരും. അപ്പോ ഒരു ദിവസം ഞങ്ങളോട് കുറച്ച് വഴക്ക് ഉണ്ടായിരുന്ന എന്റെ വീട്ടിൽ ലവ് മാരേജ് ആയിരുന്നു. കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളുടെ ഇടയില്. അപ്പൊ അവര് മറ്റു ആളുകളെ ഒന്നും വിളിക്കാത്ത ഒരു ഫംഗ്ഷൻ എന്നെ വിളിച്ചു പിന്നീട്. കാരണം എല്ലാവർക്കും ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ആരോ ആണ് ഇപ്പോ, എന്തൊക്കെയാണ് ആ ഒരു ഇത് ഉണ്ട് ഇപ്പോ. ആ ഒരു ഇത് ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇന്നലെ സാറ് പറഞ്ഞത് വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഫുള്ളായിട്ട് ഞാൻ മുമ്പ് ചെയ്യുമായിരുന്നു. അപ്പൊ ചൂട് കൂടിയ സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ കത്തിപ്പോകും, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ഇന്നലെ ഇന്നലെ ആദ്യം തന്നെ ചെയ്ത കാര്യം അതാണ്, ഫുൾ ടാങ്ക് അടിച്ചു. അപ്പൊ ഞാൻ ഓർത്തു കത്തിപ്പോണെങ്കിൽ ഞങ്ങൾക്ക് കത്തിപ്പോട്ടെ. ഞാൻ എപ്പോഴും കുറച്ച് ഇപ്പൊ ഞാനിപ്പോ 1 മാസം മുമ്പ് എന്റെ വീട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചതിൽ 5000 രൂപയോളം കൂടുതലുള്ള വീട്ടിലേക്കാണ് ഞാൻ മാറിയത്. കാരണം 5000 രൂപ കൂടുതൽ റെന്റ് കൊടുക്കണം ഒരു മാസം. അപ്പോ നമ്മള് കൂടുതൽ അങ്ങനെയുള്ള ഇതിന് ചെലവാക്കും തോറും നമുക്ക് കിട്ടാനും അത് ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും പിന്നെ നമ്മൾക്ക് ആ ഒരു ആംബിയൻസ് നല്ല ഇതായിരിക്കുമ്പോ വർക്ക് ചെയ്യാനുള്ള ഒരു ഇതും കൂടുകയും ചെയ്യും. വർക്കും കൂടുതൽ കിട്ടും, ബിസിനസ് കൂടുതൽ കിട്ടും. ആ ഒരു പിന്നെ കമ്മിറ്റ്മെന്റും കൂടുതലുണ്ടല്ലോ നമുക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഞാനൊരു ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, പെട്രോൾ ഫുൾ ടാങ്ക് കൊണ്ട് കത്തിപ്പോയ ഏതെങ്കിലും വണ്ടിയുടെ നമ്പറോ അഡ്രസ്സോ പേരൊക്കെ ഉണ്ടെന്ന് അയച്ചു തരാം. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആളുകൾ പലതും പറയും. ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടായത് കൊണ്ടാണ് ആ വണ്ടി കത്തിപ്പോയെന്ന് കേട്ടിട്ടുണ്ടോ? കത്തിപ്പോയ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടായിരുന്നു പറയണ്ടാവും. പക്ഷെ ഫുൾ ടാങ്ക് പെട്രോൾ ആയതുകൊണ്ട് ഒരു വണ്ടി ഇതുവരെ കത്തിയിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഒരു വണ്ടി ഇറങ്ങില്ല. ഓക്കെ, സേഫ്റ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ്, അതൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞു ഫുൾ ടാങ്ക് എന്ന് പറയുന്നില്ല, ഒരു ഹാഫ് ടാങ്കിന് എപ്പോ എപ്പോഴും നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവുന്നത് നല്ല സ്വഭാവമാണെന്നുള്ളത് ബേസിക്കലി. പിന്നെ അമ്പിളിയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം അമ്പിളി എന്തുകൊണ്ടാണ് അച്ചീവർ ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പിളി മാനസികമായിട്ട് നിങ്ങളുടെ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു സാമ്പത്തികമായിട്ട് എന്നുള്ളതല്ല, മാനസികമായിട്ട്. 15 ലക്ഷം എന്ന് കേൾക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ചില ഇൻഷുറൻസിന് ആൾക്കാർ എന്ന് പറയുന്നത് കണ്ണു തുടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. 15 ലക്ഷം ഒരു ഒറ്റ പ്രീമിയത്തിലെ കഥയാണ് അമ്പിളി പറയുന്നത്. അമ്പിളിക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ അമ്പിളി രാത്രി 1 മണിക്ക് പോയിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ട് വരുന്ന ആളുകളെ
ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കാറുണ്ട്. ഈ സമയത്ത് ഈ 1000 രൂപ പ്രീമിയം കിട്ടുന്നവൻ വീട്ടിൽ കിടന്നുറങ്ങുന്നവനായിരിക്കും. അവന് 15 ലക്ഷം ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എനിബഡി എൽസ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, കഴിഞ്ഞ ദിവസം ഞാൻ നിസാമായിട്ട് പറഞ്ഞായിരുന്നു. നിസാം പറഞ്ഞു, എനിക്കതിൽ താല്പര്യം വരുന്നില്ല സാർ. ഡിസയർ ആണ് വേണ്ടത്. നിങ്ങൾക്കത് വേണമെന്നുള്ളത്, ലോൺ അടയ്ക്കുക എന്നുള്ളത് ഒരു ഡിസയർ ആയിട്ട് മാറുമ്പോൾ അതിനുള്ള പൈസ ഉണ്ടാക്കും നമുക്ക് വലിയ പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സുകളും അല്ലെങ്കിൽ മന്ത്ലി എമൗണ്ടുകളൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല, അങ്ങനെ പോകാം. എത്ര പേര് 10,000 രൂപ മാസ ശമ്പളത്തിന് ഇപ്പോഴും ജോലിക്ക് ചെയ്യുന്നുണ്ട്? കുടുംബം മൊത്തം നോക്കുന്നുണ്ട്. അവര് കംഫർട്ട്സ് വേണം. 10 നിന്ന് 12ലേക്ക് വരിക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. ശമ്പളം വേണം, പൈസ വേണമെന്നുണ്ടാവും, പക്ഷെ ആ പണിക്ക് മുകളിൽ ആ ഒരു ജോലി എടുക്കാൻ അവന് താല്പര്യം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ 8 മണിക്കൂർ ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റൂൾ. 8 കഴിഞ്ഞാൽ പിന്നെ 16 മണിക്കൂറുണ്ട്. അതിനെക്കുറിച്ച് ആരും പറയാറില്ല. ആ 16 മണിക്കൂർ എന്താ ചെയ്യുന്നത്? ഉറങ്ങുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നലെ ബാംഗ്ലൂർ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്നലെ ഡിസ്കഷൻ ഉണ്ടായി. ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം രാത്രി 2-3 ബിസിനസ്സുകാരുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മളൊരു ചായ കുടിച്ചൊരു ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര തിരക്ക്. ഇപ്പൊ ഞാൻ പഠിച്ച ഏരിയ ഞാൻ പഠിച്ചൊരു ഏരിയ. അപ്പൊ ഒരു 10 വർഷം മുന്നേ ഇവിടെ ഒരാളുണ്ടായിരുന്നില്ല. ആളും അനക്കമില്ലാത്ത ഏരിയ. അതൊന്നും പറയും, എന്തോരം ആൾക്കാരാണ് ഇവിടെ. ഇപ്പൊ ഇത് വന്നിരിക്കുന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. ശരിക്കും കൊറോണയ്ക്ക് ശേഷമാണ് ആളുകൾ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റിന് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ബിസിനസ്സുകാരുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലും എന്റർടൈൻമെന്റിന് ഇറങ്ങരുത്. ഇയാൾ എന്താ ഈ പറയണത്? നിങ്ങൾ ഒരു കാലത്തും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങരുത്. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പറയുണ്ടാവും സൺഡേ ഈക്വൽ ടു സൺഡേ ആണ്. ഇല്ല എന്നല്ല. നിങ്ങൾ രാവിലെ തൊട്ട് തിങ്കൾ തൊട്ടിട്ട് ശനിയാഴ്ച വരെ ജോലി ചെയ്തിട്ട് ബിസിനസ് ചെയ്തിട്ട് ഞായറാഴ്ച ദിവസം നിങ്ങൾ വീട്ടിലിരിക്കണം എന്ന് കരുതുന്ന ആളുകളോട് ഭാര്യ അവിടെ തുടങ്ങും നമുക്ക് പുറത്തു പോവാം. ഞാൻ ഒരുപാട് തിരിച്ചും അങ്ങനെ ഇരിക്കട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മിക്കവാറും നമ്മുടെ ഷോപ്പുകൾ ഞായറാഴ്ച ദിവസം അടഞ്ഞു കിടക്കുന്നതിന് എന്ത് കണ്ടാണ്? നമുക്ക് വീട്ടിലെ നമുക്ക് സ്പെൻഡ് ചെയ്യണം. സാർ ഇത്രയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് കുടുംബത്തിന് കൊടുക്കണ്ടേ? നിങ്ങളെ തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നോ? ശനി ഞായർ മാത്രം കച്ചവടം ചെയ്തോ? ഈ തിങ്കൾ തൊട്ടിട്ട് ശനിയാഴ്ച വരെ കച്ചവടം. നമ്മുടെ നാട്ടുകാർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അത്. ഞായറാഴ്ച ദിവസം നമ്മുടെ നാട്ടിലെ ഷോപ്പുകൾ, ഹോട്ടലുകൾ എല്ലാം അടഞ്ഞു കിടക്കല്ലേ? ലുലു മോൾ അടഞ്ഞു കിടന്നിട്ടുണ്ട്. അവിടെ കച്ചവടം ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ ഹോളിഡേ വെച്ചോക്കും. അപ്പൊ ചോദിക്കും ബാർബർ ഷോപ്പ് അല്ലേ ഇപ്പൊ നടത്തുന്നത്? ഏറ്റവും കൂടുതൽ ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് കുറയുന്ന ദിവസമാണ് ചൊവ്വയും ബുധനും. ആണോ? സാർ പണ്ടത്തെ പോലെ കച്ചവടമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തിങ്കൾ തൊട്ടിട്ട് ശനിയാഴ്ച വരെ മാത്രം തുറന്നിരിക്കുന്ന എത്രയോ പേരുണ്ട്. എൻ്റെ ഒരു അങ്കിളിന് ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, പുള്ളി ഞായറാഴ്ച ദിവസം തുറക്കില്ല, അന്ന് ട്രിപ്പാണ്. നിങ്ങൾ ഞായറാഴ്ച മാത്രം തുറക്കുക, കച്ചവടം ഉണ്ടാവുന്നത്. പുള്ളി ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഓൾട്ടർനേറ്റീവ് സൺഡേ തുറക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ ഫുൾ സൺഡേ തുറക്കുന്നുണ്ട്. എന്താ കാരണം അറിയോ? സൺഡേ നിങ്ങൾക്ക് ബിസിനസ് വരുമെന്നേ. പക്ഷെ ഇവിടെ പലരും മനസ്സിലാക്കുന്നില്ല. രാഹുല് ഞായറാഴ്ച ദിവസം നിങ്ങളുടെ ആയുർവേദ ഷോപ്പ് അടച്ചിടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? തുറന്നു വെക്കണം. നിങ്ങൾ ചൊവ്വാഴ്ച അടച്ചോ കുഴപ്പമില്ല, ബുധനാഴ്ച അടച്ചോ കുഴപ്പമില്ല. ഞാൻ സീരിയസ്ലി ഞാൻ പറയുന്നത്. തുറന്നു വെച്ചുള്ള ഗുണം എന്താണെന്നറിയോ? അന്നത്തെ ദിവസം കസ്റ്റമർ വരും. ചിലപ്പോൾ അപ്പുറത്തെ ഷോപ്പ് തുറന്നിട്ടുണ്ടാവില്ല. അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. നിങ്ങളെ പലരും കളിയാക്കും, എന്നിട്ട് അവസാനം പിറ്റേ ദിവസം പോയിട്ട് അവൻ തുറക്കും. നിങ്ങൾ ആലോചിച്ചു, കോഴിക്കട, ചിക്കൻ കട ഞായറാഴ്ച അടച്ചിട്ടുള്ള അവസ്ഥ ആലോചിക്കും. ആകെ ചിക്കൻ വാങ്ങുന്നത് ഞായറാഴ്ചയാണ് മിക്കവാറും. അന്ന് കച്ചവടം ഉണ്ടാവും. ഞാനിത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിന് വേണം അവൈലബിലിറ്റി കൊടുക്കാൻ, നിങ്ങളുടെ വീട്ടുകാർക്കല്ല, അൺനെസസറി ആയിട്ടുള്ള ആളുകൾക്കല്ല. എന്റർടൈൻമെന്റ് നിങ്ങൾ കുറയ്ക്കുക. എന്റർടൈൻമെന്റ് പകരം എഡ്യൂടൈൻമെന്റ് ആക്കിക്കോളൂ. നിങ്ങളുടെ ടീം എന്റർടൈൻമെന്റ് ചെയ്തോട്ടെ. നിങ്ങൾക്കത് ഒരു നോളേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവം ആയിക്കോട്ടെ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഏരിയയിൽ നിങ്ങൾ ടൂർ പോവുകയാണെന്ന് വെച്ചോ. ആ ടൂർ പോകുന്ന സമയത്ത് നിങ്ങളുടെ ടീം അവിടെ, നിങ്ങളുടെ ഫാമിലി അവിടെ എൻജോയ് ചെയ്തോട്ടെ. നിങ്ങൾ അവിടുത്തെ ഷോപ്പുകളുടെ കച്ചവടം, അവിടുത്തെ ബിസിനസ് എങ്ങനെ നടക്കുന്നു, അതെങ്ങനെയൊക്കെയാണ് ആ കസ്റ്റമർ അവർ വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാലോ. ഇത് ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞാട്ടോ. അതിൽ എതിരഭിപ്രായമുള്ള എത്രയോ പേര് ഇവിടെ ഉണ്ടാവും. അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല, എന്റെ വിഷയമേ അല്ല. അത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ല. ആ മൈൻഡ് സെറ്റ് ഞാൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്.
ഓക്കെ. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, എന്റെ എന്റെ വരുമാനം എന്ന് പറയുന്നത് നിന്റെ നഷ്ടമാണ്. മൈ ഗെയിൻ ഈസ് യുവർ ലോസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അത് നമുക്ക് എപ്പോഴും ഉണ്ട്. അവൻ നശിച്ചാലും നമ്മൾ നന്നായി കാണാം എന്ന് ചിന്തിക്കുന്നവര്, നോ, സെലിബ്രേറ്റ് എവരിബഡീസ് വിൻ, സെലിബ്രേറ്റ് അതർ പീപ്പിൾ വിൻ. മറ്റുള്ളവർ വിജയിക്കുമ്പോൾ അവരൊപ്പം സെലിബ്രേറ്റ് ചെയ്യും. അത് നിങ്ങളുടെ കോമ്പറ്റേറ്റർ ആയിക്കോട്ടെ. സോറി, ആരാണ് വൈറ്റ് ബോർഡൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഒന്ന് വൈറ്റ് ബോർഡ് ഒന്നും വേണ്ട, നമുക്ക് പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു സെലിബ്രേറ്റ് അതേഴ്സ് വിൻ. അഭിരാമിന് ഒരു വിജയം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അത് സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ ടീമിൽ ഒരു വിജയം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യണം, നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യണം. നല്ലതല്ലേ? അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തുന്ന ഒരു സിസ്റ്റമാണ്. അത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തുന്ന ഒരു സിസ്റ്റമാണ്. ഡെഫിനറ്റ്ലി അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിന് ഇപ്പൊ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര കഴിക്കാൻ പാടും. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതേ പാടുള്ളൂ, അതിനപ്പുറം ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന മൂങ്ങകളുടെ സ്വഭാവമാണ്. മൂങ്ങകൾ എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. ഞങ്ങള് ബിസിനസ് ഭാഷയാണ് അത്. അതൊക്കെ പഠിപ്പിച്ചു കേട്ടോ. മൂങ്ങകളുടെ സ്വഭാവമാണ് അത്. അതിനപ്പുറം ചെയ്യാൻ പാടില്ല, അത് എത്രയേ ചെയ്യാൻ പാടുള്ളൂ. അല്ല, എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾക്ക് ഭക്ഷണം വയറ് പൊട്ടുന്ന അത്ര കഴിച്ചു നോക്കൂ. ഒരു വട്ടം വയറ് പൊട്ടുന്ന അത്ര കഴിച്ചു നോക്കുക. അതിന്റെ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു സന്തോഷം വേറെയാണ്. നിങ്ങൾ ചെയ്യുമ്പോ പൈസ മേടിക്കുമ്പോ എത്ര പേര് ഇവിടെ 10 ലക്ഷം രൂപ റെഡി ക്യാഷ് കണ്ടിട്ടുണ്ട്? 10 ലക്ഷം രൂപ റെഡി ക്യാഷ് കണ്ടിട്ടുണ്ട്. 10 ലക്ഷം രൂപ നമ്മുടെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ കെട്ടിപ്പിടിച്ച് കടന്നു. സാറേ, 10 ലക്ഷം രൂപയൊന്നും നമ്മുടെ വെക്കാൻ പാടില്ല, അത് ഗവൺമെന്റിന്റെ ഓർഡർ ഉള്ളതാ എന്നൊക്കെ പറയാം, റൂളൊക്കെ പറയാം. അത് പറഞ്ഞിട്ട് വരും ചിലര്. അത് അവരുടെ മനസ്സെന്ന് പറയുന്ന സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റാ. കാശ് വെക്കാൻ പാടില്ല കയ്യിൽ സാറ്. ഞാൻ പറയുന്നത് 10 ലക്ഷം രൂപ എല്ലാ ദിവസവും വെക്കണം എന്നല്ല. 10 ലക്ഷം രൂപ നിങ്ങൾ കെട്ടിപ്പിടിച്ച് കടന്നിട്ടോ. ആ 10 ലക്ഷം കണ്ടവനല്ലേ 10 ലക്ഷം ഒരാളോട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ അമ്പിളിക്ക് 15 ലക്ഷം രൂപ പ്രീമിയത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താ? അമ്പിളി പലവട്ടം 15ഉം 20ഉം 50 ലക്ഷം കണ്ടിട്ടുണ്ട്. 10,000 രൂപ പോലും പ്രീമിയം കാണാത്ത എത്രയോ LIC ഏജന്റുമാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ടറിയോ? അവരുടെ മൈൻഡ് സെറ്റ് ചെറുതാണ്. അവൻ 10,000 രൂപ അവന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഒരു സർവീസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണെന്ന് കരുതുക, അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണെന്ന് കരുതുക. നിങ്ങൾ പാവപ്പെട്ട ഒരു കാലത്ത് 10,000 രൂപ പോലും കാണാത്ത ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ ഇരുത്തരുത്. ഉദാഹരണമായിട്ട് പറയണം, ഇപ്പൊ പിങ്കി ഓവർസീസ് എഡ്യൂക്കേഷൻ, ജോജിന്റെ വീട് ഓവർസീസ് എഡ്യൂക്കേഷനാണ്. ഓവർസീസ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ വെക്കുന്ന കൗൺസിലേഴ്സ് എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിലെ 10,000 രൂപ പോലും കാണാൻ പറ്റാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളായിരിക്കും കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ആളെ കൊണ്ടുവരുന്നെങ്കിൽ ആദ്യം നിങ്ങൾ 15 ലക്ഷം രൂപയുടെ പ്രോസസ്സ് നടക്കുന്നത് കാണിച്ചു കൊടുക്കും. 15, 20 എത്ര ലക്ഷം രൂപയുടെ ആണെങ്കിൽ. കാരണം എന്താ അറിയോ? എനിക്ക് കാണാത്തത് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറയാണ്, അതേ ബുദ്ധിമുട്ടാണ് കേട്ടോ, പൈസ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിചാരിക്കുന്നത് എന്താ അറിയോ? ശരിയാണ്, എന്റെ വീട്ടിലും എന്റെ അച്ഛൻ ബുദ്ധിമുട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. 10,000 രൂപയൊക്കെ വലിയ എമൗണ്ട് ആണ്, ആ സമയത്ത് 15 ലക്ഷം രൂപ എന്ന് ചിന്തിക്കുന്നവരാണ്. അവർക്ക് ഒരിക്കലും കച്ചവടം നടത്താൻ പറ്റില്ല. മറിച്ച് 15 ലക്ഷം പലവട്ടം കണ്ടവന് അതൊരു കുഴപ്പമേ അല്ല. ഇവിടെ ഇരിക്കുന്നവര് പലരും ഒരു എമൗണ്ടിന് മുകളിലേക്ക് വളരാത്തതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കണ്ടുകൊണ്ടിരിക്കുന്ന എമൗണ്ട് അതാണ്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഭ്രാന്താണ്. ഇപ്പൊ ഞാൻ പറയണ 25,000 രൂപയാണ് എന്റെ ഫീസ് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറയും. പിന്നെ ഒരു ദിവസം 25,000 രൂപ കൊടുത്തിട്ട് എന്റെ ടീമിനെ ട്രെയിൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇവിടെ 2 ലക്ഷം കൊടുക്കുന്നുണ്ട്. എന്റെ മെന്റർക്ക് ഒരു ദിവസത്തെ റേറ്റ് 2 ലക്ഷം രൂപയാണ്. അദ്ദേഹം 4 ലക്ഷം രൂപ മേടിച്ചു വന്നിട്ടായിരുന്നു കോഴിക്കോട് പ്രശ്നം ഉണ്ടാക്കിയത്. അല്ല, അദ്ദേഹം ക്ലാസ് നന്നായിട്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ആ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ്. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ അതിനെയാണ് നമ്മൾ കവച്ചു വെക്കേണ്ടത്. ലിമിറ്റേഷൻസിന് വെക്കരുത്. നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം.
ഇപ്പോ ഒരു നീന്തുകയാണ് ഞാൻ, ഒരു സ്വിമ്മിംഗ് പൂൾ നീന്തുന്നതും ഒരു പുഴ നീന്തി കിടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓ, ഞാൻ സ്വിമ്മിംഗ് പൂളൊക്കെ നീന്താറുണ്ട്, പുഴയിലും നീന്താൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, അതിനെന്താ കുഴപ്പം? പണത്തിന്റെ കാര്യം മാത്രമല്ല, ബിസിനസിന്റെ കാര്യം മാത്രമല്ല, നിങ്ങളൊന്ന് ലിമിറ്റേഷൻ അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്ത് നോക്ക്, വർക്കൗട്ട് ചെയ്ത് നോക്ക്. പിന്നെ അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്കേഴ്സിറ്റി എന്ന് പറയുന്നതിന് ഒരു എക്സ്ക്യൂസ് ആക്കി മാറ്റരുത്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഐ ആം ബിസി എന്ന് പറയുന്നത് ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റാണ്. അതിനൊരു എക്സ്ക്യൂസ് ആക്കി മാറ്റരുത്. അയ്യോ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബട്ട് ഐ ആം ബിസി ആക്ച്വലി. അതൊരു എക്സ്ക്യൂസ് അല്ല. അതായത് ഫോണിൽ ഒരാൾ വിളിക്കുന്ന സമയത്ത്, ഒരു കാര്യം പറയാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ ബിസിയാണെന്ന് പറയുന്നതിനെ ഒരു എക്സ്ക്യൂസ് ആക്കി എടുക്കരുത്. അല്ലെങ്കിൽ അത് സ്കേഴ്സിറ്റി, എന്റെ കയ്യിൽ ഒന്നുമില്ല, കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയരുത്. ഞാൻ എൻ്റെ അടുത്ത് കാശിരിപ്പുണ്ട്, പക്ഷെ ഞാനത് വേറൊരു കാര്യത്തിന് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കിപ്പോ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയരുത്. എനിക്ക് ആരുമില്ല, എനിക്ക് ഒന്നുമില്ല, ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. അതൊരു എക്സ്ക്യൂസ് ആയി എടുക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില സ്ത്രീകൾ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ സ്ത്രീകളിൽ നിന്ന് എടുത്ത് കുറച്ചുകൂടി പറയും, ഇമോഷണലി ഭയങ്കര, എനിക്ക് ആരുമില്ല, എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല, ഞാൻ എന്തോരം കാര്യങ്ങൾ ആൾക്കാരെ സ്നേഹിച്ചതാ, എത്ര പേര് എന്റെ ചുറ്റും ഉണ്ടായിരുന്നതാണ്, ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ ഇപ്പോ എനിക്കൊരു പ്രശ്നം വന്നപ്പോ എനിക്ക് ആരുമില്ല. അതെന്തുകൊണ്ടറിയോ? ഈ സംസാരിക്കുമ്പോഴും പ്രവൃത്തി ചെയ്യുമ്പോഴും മുഴുവൻ ദാരിദ്ര്യ മനസ്സിൽ, എനിക്ക് ആരുമില്ല, ഉണ്ടാവോ ഇല്ലേ, എന്തിന് ഡൗട്ടാണ് കാര്യങ്ങളോട്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഡൗട്ടാണ്, എത്തുമോ, ഞാനിന്ന് വീട്ടിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏത് കള്ളുകുടിയനാണ് ബാറിൽ നിന്ന് കുടിച്ചിട്ട് വീടെത്താത്തത്? ഏത് കള്ളുകുടിയനാണ് ബാറിൽ നിന്ന് അടിച്ചിട്ട് അല്ലെങ്കിൽ ബിവറേജിൽ നിന്ന് അടിച്ചിട്ട് വീടെത്താത്തത്? വീടെത്തുമോ എന്ന് സംശയമുള്ളവന് മാത്രമേ എത്താത്തുള്ളൂ, ബാക്കിയൊക്കെ എത്തും. അല്ലെങ്കിൽ വീടെത്തരുതെന്ന് വിചാരിച്ച് കുടിക്കുന്നവൻ മാത്രമേ എത്താത്തുള്ളൂ. ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുകയാണ്, ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത് നടക്കുമോ എന്ന് ആലോചിച്ച ദിവസം അത് നടക്കില്ല. ഇത് നടക്കുമെന്ന് ആലോചിച്ച ദിവസം ഇത് നടക്കും. ഒരു സെയിൽസുകാരന്റെ, ഒരു ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ ആറ്റിറ്റ്യൂഡ് ഇത് നടക്കും, ഇത് ഞാൻ നടത്തും എന്നുള്ളതായിരിക്കും. ഇത് നടക്കുമോ എന്നുള്ളതായിരിക്കരുത്. ഇവിടെ എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്? ഇല്ലേ? ഇത് നടക്കുമോ എന്ന് ചിന്തിക്കുന്നവരില്ലേ? ഉണ്ടോ? ഡൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് അച്ചീവ് ദ ഗോൾ. നിങ്ങൾ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരികയാണ്. ഞാൻ എപ്പോഴും തമാശക്ക് പറയും, എന്റെ ഗോൾ സെഷൻസിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്രണയത്തിൽ പോലും ഡൗട്ട് ചെയ്യരുത്. എത്രത്തോളം ഡൗട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആ പ്രണയം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പ്രണയം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ട് പറയുന്ന കാര്യമാണ് പറയുന്നത്. വൺസ് യു ഡൗട്ട് യുവർ തിങ്, that will not happen. സീരിയസ്ലി. അപ്പോൾ ഇതും വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സിഇഒന്റെ ഫസ്റ്റ് അടയാളമാണ്. ഒരു സിഇഒക്ക് വേണ്ട മൈൻഡ് സെറ്റിന്റെ ഫസ്റ്റ് അടയാളമാണ് അവന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ക്യാപ്റ്റൻ മൈൻഡ് സെറ്റിലെ ഒരൊറ്റ പോയിന്റ് ആണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്, ഒറ്റ പോയിന്റ്. അതാണ് അബണ്ടൻസ് മൈൻഡ് സെറ്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാവണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാവണമെങ്കിൽ നിങ്ങൾക്ക് വലിയ മനസ്സ് വേണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാവണം, അതിന് വേണമെങ്കിൽ വലിയ മനസ്സ് വേണം. നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ മുന്നിൽ എന്താ പറയുക, ലാഭത്തിന്റെ കണക്ക്, നിങ്ങൾക്ക് വരേണ്ട വരുമാനത്തിന്റെ കണക്ക്, ഇതൊക്കെ വലിയതാവണം എങ്കിൽ നിങ്ങൾക്ക് വലിയ മനസ്സ് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതേ കിട്ടുന്നുള്ളൂ, നിങ്ങൾ ചെറിയ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ്. മേക്ക് ഇറ്റ് ഗ്രോ. നിങ്ങൾ അത് വളർത്ത്, അബണ്ടൻസിലേക്ക് കൊണ്ടുപോവാ, വളർത്തിക്കൊണ്ടുപോവാ, വലുതാക്കി കൊണ്ടുപോവാ. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. സീരിയസ്ലി. ഇവിടെ ഇരിക്കുന്നവർ പരാജയപ്പെട്ടു എന്ന് സ്വയം തോന്നുന്നവരാണെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ മനസ്സാണ്. 80% നിങ്ങളുടെ ആക്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സാണ്. 20% മാത്രമേ നിങ്ങളുടെ ആയുധങ്ങളും നിങ്ങളുടെ ടീമും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളും ടെക്നോളജിയും ഉള്ളൂ. 80% മൈൻഡ് സെറ്റാണ്. 80-20 റൂളിലെ 80% മനസ്സ്. 6 മണിക്ക് എഴുന്നേൽക്കുന്നവർ നിങ്ങൾ വലിയവന്മാരാണ്.
6 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്നിട്ട് ഇത് കേൾക്കാൻ തയ്യാറാവുന്നവരില്ലേ? 5 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ തന്റെ റൂട്ടീൻ എല്ലാം കഴിഞ്ഞ് 6 to 7 വന്നിരിക്കുന്നവൻ അതിലും വലിയവൻ. 5:59 അലാറം വെച്ചിട്ട് 6 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നവൻ വലിയവനാണെങ്കിൽ അതിലും വലിയവനാണ് 5 മണിക്ക് എഴുന്നേറ്റ് വന്നിരുന്നിട്ടിരിക്കുന്നവൻ. കാരണം എന്താ അറിയോ? ഈ 6 to 7 ചെയ്യണം. സാധാരണ ഇതിൽ 6 to 7 ചെയ്യുന്ന കാര്യങ്ങൾ 5 to 6 ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ ഐ ആം റെഡി ഫോർ ദാറ്റ് എന്ന് പറയുന്ന മെന്റാലിറ്റി ഇരിക്കുന്നവൻ. മറിച്ച് എന്താ അറിയോ? ഈ 6 to 7 നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ അയ്യോ ഞാനിപ്പോ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റൂ എന്നുള്ള ചിന്തയാവും. നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവും, നിങ്ങൾ ഡൗട്ട് ചെയ്യും, നിങ്ങൾക്ക് ഒരിക്കലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റില്ല, നിങ്ങളുടെ അടുത്ത ആക്ടിവിറ്റി നടത്താനും പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ എഴുന്നേറ്റ് ആ കാര്യങ്ങൾ ചെയ്ത് വെക്കുക. 6 to 7 ചെയ്യുന്ന അതേ കാര്യം നിങ്ങൾക്ക് 5 to 6 ചെയ്യും. യൂഷ്വലി 6 o'clock ആളുകൾ എഴുന്നേക്കാറുണ്ട്. ബിസിനസ് ഒന്നും നടക്കില്ല. എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്, ഞാൻ പറഞ്ഞത് ബിസിനസ് ഒന്നും നടക്കില്ല, അല്ലെ സോറി 6 മണി ക്ലാസ് നടക്കില്ല. ഞാൻ ആക്ച്വലി ജിമ്മിൽ പോണ സമയം വലിയ കാര്യമായിട്ട് പറയാ, പോയിക്കോളൂ. പോണ്ടെന്ന് ആരാ പറഞ്ഞു? നിങ്ങൾ 5 മണി തൊട്ട് 6 മണി വരെ പോയിക്കോളൂ. ഇല്ല വേണ്ട, ജിമ്മിൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചോളൂ, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ, എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല എന്നൊരു മെസ്സേജ് അയച്ചാൽ പോരെ? അതിനെപ്പോലും എക്സ്ക്യൂസ് ആയിട്ട് കാണുക, സ്കേഴ്സിറ്റി. എന്നിട്ട് ഈ ജിമ്മിൽ എല്ലാ ദിവസവും പോകാനാണോ? അല്ല, വീട്ടിൽ കടന്നുറങ്ങുന്നുണ്ട്, എനിക്കറിയാം. എന്നോട് പറഞ്ഞ 2 പേര് എന്നോട് പറഞ്ഞ, ഞാൻ ജിമ്മിൽ രാവിലെ പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ജിമ്മിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. ജിമ്മിൽ പോയിട്ട് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ സീരിയസ്ലി. സോ ബി വിത്ത് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അബൻഡൻസ് മൈൻഡ് സെറ്റ്. എനിക്കില്ല, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഐ ഹാവ് ലിമിറ്റേഷൻസ്, ഐ ഹാവ് ബൗണ്ടറീസ് എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ യു കനോട്ട് കം ഔട്ട്. നമ്മൾ പഴയ നാടൻ ഭാഷയിലും ചിലപ്പോൾ പറയും ഗ്രാമവാസീസ് എന്നൊക്കെ പറയും. ആ ഗ്രാമത്തിന്റെ ഒരു സെക്റ്റിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ അതിന്റെ ഉള്ളിൽ തന്നെ കഴിയുന്ന ആളുകളെ കളിയാക്കി പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഗ്രാമവാസീസ്. ആക്ച്വലി അവർക്ക് ഓപ്ഷൻസ് കിട്ടിയിട്ട് തിരിച്ചു വരാൻ പറ്റാത്തവരായിരിക്കാം, പക്ഷെ ഹാവ് ടു വെരി സീരിയസ്ലി. നമ്മൾ ഗ്രോത്ത് സിഇഒസ് മൈൻഡ് സെറ്റിലെ, ക്യാപ്റ്റൻസ് മൈൻഡ് സെറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഞാൻ 2 ദിവസം എടുത്ത് സംസാരിച്ചത്. അതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്? ആർക്കെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ്, ആരെങ്കിലും ഒക്കെ ഒന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ വീണ്ടും പറഞ്ഞു. എനിബഡി പ്ലീസ്? ഇല്ല. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതായിരുന്നു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്താനുള്ള ആദ്യത്തെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ? നന്ദി പറയുക, നന്ദി പറയുക, നന്ദി പറയുക. എല്ലാ ദിവസവും വൈകുന്നേരമോ രാവിലെയോ നന്ദി പറയുക. നമുക്ക് കാര്യങ്ങൾ ചെയ്തു തന്നവരോട്, നമ്മൾ അവരോട് നന്ദി, കടപ്പെട്ടവരോട് നന്ദി പറയുക. ഹൃദയത്തിൽ നിന്ന് കൊടുക്കുക, ഗീവ് ഫ്രം ദ ഹാർട്ട്. ഗിഫ്റ്റുകള്, സന്തോഷങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്കി, ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന കാര്യത്തിലാണ്. നിങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു 3 പേരോട് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു നോക്കും, ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. ദാറ്റ് വിൽ മേക്ക് യു ചേഞ്ച്. ഹൃദയത്തിൽ നിന്ന് പറയുക. ചെറിയ ഗിഫ്റ്റുകൾ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുക. കമ്പനിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഇതൊരു ബിസിനസ് മാത്രമായിട്ട് എടുക്കണ്ട, എന്തിനോടും നിങ്ങളത് ചെയ്തു കൊടുക്കും. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അതേഴ്സിന്റെ, സെലിബ്രേറ്റ് അതേഴ്സ് വിൻ. മറ്റുള്ളവരുടെ വിജയത്തിനെ ആഘോഷിക്കുക. ലിമിറ്റേഷൻസ് ഇല്ലാണ്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ലിമിറ്റേഷൻസിനെ അപ്പുറത്ത് എക്സ്പീരിയൻസ് ചെയ്യുക. സ്കേഴ്സിറ്റി ഒരു എക്സ്ക്യൂസ് ആക്കി എടുക്കാതിരിക്കുക. നോ പറയുക, ചിലരോടെങ്കിലും നോ പറയുക എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. സീരിയസ്ലി. ഇനി കുറേ പോയിന്റ്സ് ഉണ്ട് കേട്ടോ, ഞാനത് പറഞ്ഞ് മനഃപൂർവ്വം കുറച്ച് ഒതുക്കുന്നതാണ്. ബോറടിക്കുന്നുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് ബോറടിക്കുന്നുണ്ട് കേട്ടോ, സീരിയസ്ലി. നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല.
അറ്റൻഡ് ചെയ്തവരുണ്ട്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങലുകൾക്കാണ് രസം. അപ്പോഴാണ് കുറച്ചും കൂടി രസം. പറയും. നാളെ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരും. എങ്ങനെ ഒരു സിഇഒയുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിലത്തെ സെക്കൻഡ് പോയിന്റിലേക്ക് നാളെ വരും. നമ്മൾ ഒരു പോയിന്റ് ഇന്നും നാളെയായിട്ട് സംസാരിച്ചു. ഓക്കെ, പറയും. പറയടോ, എന്താണ് മിണ്ടാതിരിക്കേണ്ടത്? നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ എന്താ സംസാരിക്കാതിരിക്കുന്നത്? നെറ്റിന് പ്രശ്നമുണ്ടോ? ആരും ഇതൊന്നും കാണില്ല. ഷാനിതൊന്നും അനങ്ങുന്ന ഓക്കെ ശരി, പറയും. ഇന്നലെ സംസാരിക്കാത്തവരോടൊക്കെ സംസാരിക്കണം. ബൈജു സർ, ബൈജു കെ പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് കിട്ടിയത്? വല്ലതും കിട്ടിയോ? വലിയ കാര്യം ഉണ്ടായോ? അതോ വെറുതെ ബോറടിച്ചോ? പറയൂ. ബൈജു മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. അൺമ്യൂട്ട് ചെയ്യാൻ അറിയില്ലേ? ശരി, ഓക്കെ. ബൈജുബായി വരുന്നവരെ പിങ്കി പറയും. പിങ്കിക്ക് സംസാരിക്കാൻ പറ്റില്ലേ? ക്ലാസ്സിനെ പറ്റിയാണോ സർ? എന്തിനെ പറ്റി സംസാരിക്കും? ഞാൻ ഇന്ന് ഇവിടെ രാവിലെ 6 മണിക്ക് വന്നിരുന്നല്ലേ. എന്തിനെ പറ്റി? ബൈജു സാർ ഒരു മിനിറ്റ് കേട്ടോ. പിങ്കി പറയും. ഇതിനകത്ത് സാറിന്റെ ക്ലാസ്സിലെ പുതുതായിട്ട് കേട്ടിട്ടുള്ള ഒരു ഇതായിരുന്നു ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ 1-2 പുതിയ പോയിന്റ്സുകൾ. ലൈക്ക് ഗിവ് ഇറ്റ് ഫ്രം ഹാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ആൾക്കാരിലേക്ക് പല രീതിയിലുണ്ട് ആൾക്കാരെ എടുക്കുന്ന ഒരു രീതി. പിന്നെ കൂടുതലും ടീം ലീഡേഴ്സിന് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ബട്ട് ഇതൊക്കെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ആക്കാനാണ് പലപ്പോഴും വരുന്നത്. അതിനെപ്പറ്റി ഇത് ശരിക്കും പല രീതിയിലും കേട്ടിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇത് പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാറില്ല. ബൈജു സാറെ പറയും. ബൈജു സാർ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ കട്ടായി. അൺമ്യൂട്ട് ചെയ്തു. നീ മ്യൂട്ട് ചെയ്തു. പറയും. മ്യൂട്ട് ചെയ്തു. കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഈ ക്ലാസ്സിൽ അവിചാരിതമായിട്ടാണ് സാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്. അപ്പോ ഇത്തരത്തിലൊരു മൈൻഡ് സെറ്റ് പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു 80% ഉണ്ടായിരുന്നു. പല ക്ലാസ്സുകളിലും കാര്യങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പം അറിയാലോ, എനർജി ഇപ്പം നമ്മൾ മൊബൈലിൽ ഡെയിലി റീചാർജ് ചെയ്യുന്ന പോലെ നമ്മുടെ വർക്ക് ലോഡും കാര്യങ്ങളും നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ ഉള്ളിലുണ്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഈ 2 ദിവസം എനിക്ക് നല്ല മാറ്റങ്ങളുണ്ട്. രാവിലെ 5 മണിക്ക് ഇപ്പൊ ഞാൻ എണീക്കാൻ തുടങ്ങി. ഇന്നലെ ഒരു 5:30 എണീച്ചു. ഇന്ന് രാവിലെ 5 മണിക്ക് എണീച്ച് അമ്പലത്തിലെല്ലാം പോയി. പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്ക് നമ്മളെ കോമ്പറ്റ് മണിക്കൂർ 2 മണി മുതൽ 8 മണി വരെ നമ്മൾ ചെയ്ത് ഒരു 8-9 മണിയാകുമ്പോൾ നമ്മൾ ടൗണിൽ എത്തുമ്പോഴേക്ക് നമ്മൾ കുറച്ചും കൂടി ജോലിയൊക്കെ ചെയ്തൊരു കാം മൈൻഡിലേക്ക് വരണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഈ കോഴ്സ് കൊണ്ട് സാറിന്റെ 2 ദിവസത്തെ കോഴ്സ് കൊണ്ട് ഇന്ന് ഞാൻ രാവിലെ 5 മണിക്ക് എണീച്ച് അമ്പലത്തിൽ പോയി ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ സാർ പറഞ്ഞ പോയിന്റ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പിന്നെ സാർ ഇന്നലെ എണ്ണ അടിക്കേണ്ട കാര്യം പറഞ്ഞു. നമ്മൾ എപ്പോഴും എണ്ണ വറ്റാനാകുമ്പോഴാണ് എണ്ണ അടിക്കാറ്. ചിലവർക്ക് അത് തോന്നാറുണ്ട്, നമുക്ക് എങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഒരു ഫുൾ അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഡെയിലി അടിക്കുന്ന 500 രൂപ അടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഫുള്ളായിരിക്കും. നമ്മളത് വറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഫുള്ളായി വറ്റിയതിന് ശേഷം നമ്മൾ 500-1000 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് പിന്നെ സിഗ്നൽ കാണിക്കില്ല. അപ്പൊ നമ്മളൊരു ടാങ്കിൽ 3000 രൂപക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ വറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെയിലി ഒരു 200 രൂപ 300 രൂപയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അത് ഫുൾ ടാങ്ക് ആയിരിക്കും. അപ്പൊ പലപ്പോഴും എല്ലാവർക്കും ഡൗട്ട് തോന്നും, ഇതെങ്ങനെ എപ്പോഴും ഫുൾ ടാങ്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത്. ഇപ്പൊ പോയിന്റ് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. 21 ദിവസം സാറിന്റെ കൂടെ യാത്ര ചെയ്യും.
കൂടുതൽ പോയിന്റുകൾ അന്നേരം പറയാം. ഓക്കെ, എന്റെ സ്ഥലം കണ്ണൂരാണ്. ഞാൻ ഇവിടെ അത്യാവശ്യം ബിസിനസ് ചെയ്തു വരുന്നു. ഓക്കെ സർ. താങ്ക് യു. ഇനി ആരൊക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, സംസാരിക്കും. ഇതൊക്കെ നല്ലതാണ്, പരിചയപ്പെടുത്തുന്നത്. എനിബഡി? ഷാനിത്തെ പറയും. അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്. സാറേ, മെന്റർ ക്ലാസ്സിൽ ഞാൻ ഒരു ദിവസം ഇരുന്നിട്ടുണ്ട്. വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടുണ്ട്. സാറ് എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു വേറൊരാള് വരും, നമുക്ക് അടുത്ത് വേറെ ആരെങ്കിലും കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അനിൽ സാർ വരുമോ? അനിൽ സാർ വരില്ല. എല്ലാരും കൂടി പിരിച്ചിട്ട് ഒരു 2 ലക്ഷം റുപ്യ കൊടുത്താൽ വരും ചിലപ്പോ. അനിൽ സാറിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും വരുമ്പോ ഞാൻ അറിയിക്കാം. അതായത് സാറ് ചിലപ്പോ ഫ്രീ സെക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെ സെക്ഷൻസ് ഒക്കെ വരുമ്പോ നമുക്കൊക്കെ ഇൻവിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ അറിയിക്കാം. അപ്പൊ നിങ്ങളീ കൊണ്ടുപോകാം. അടുത്ത തവണ സാർ അങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കും. എന്തായാലും ഇപ്പൊ ഓഗസ്റ്റിൽ എന്തായാലും ഒരു പ്രോഗ്രാം സാറ് വെക്കാറുണ്ട്. ഓഗസ്റ്റില് ആലപ്പുഴ വെച്ചിട്ട് സ്ഥിരമായിട്ട് വെക്കാറുണ്ട്. ഇതിലേക്ക് നമുക്ക് പറ്റുകയാണെങ്കിൽ പോവാം ഒരുമിച്ച്. ഉറപ്പായിട്ടും. ഓക്കെ അല്ലേ? ഓ, വേറെ എന്താ? പിന്നെ ആർക്കെങ്കിലും നമുക്ക് 2 ദിവസം കൊണ്ട് മാറ്റങ്ങൾ നല്ല. എനിക്ക് എന്താ അറിയേണ്ടത്? ഇപ്പൊ ബൈജു സാറ് പറഞ്ഞു നമ്മൾ മൈൻഡ് സെറ്റ്. എനിക്ക് ഈ മൈൻഡ് സെറ്റ് നിങ്ങൾ 21 ദിവസം ഒരുപോലെ നിർത്തണമെന്നുള്ളതാണ് എന്റെ ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. അത് വേറെ കാര്യം. അതിനാ ടീമിന് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങള് ലൈക്ക് എന്തുകൊണ്ടാണ് ബിസിനസ് ഫെയിൽ ആവുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ബിസിനസിന്റെ ഐഡിയാസ് ഇല്ലാഞ്ഞിട്ടല്ല. A to Z ഐഡിയാസ് നിങ്ങളുടെ അടുത്തുണ്ട്. പക്ഷെ അത് നിങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഈഗോസ് ഷെയർ ചെയ്യാൻ, ഒരാളോട് സംസാരിക്കാൻ, ചോദിക്കാൻ. ഇവിടെ ഞാനൊരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഇന്നലത്തെ ദിവസം ഞാൻ തന്നതല്ലേ നിങ്ങൾക്ക് അവസരം. ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരെല്ലാവരും നന്നായിട്ട് ചെയ്യുന്നവരോ ഒന്നും അല്ല എന്ന് പറഞ്ഞതാ. എനിക്കറിയാം. ഇന്നത്തെ ദിവസം 2 മണിക്കൂർ സമയം ഞാൻ എന്റെ സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 10 to 12 സമയം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് പറഞ്ഞതാണ് 1/2 മണിക്കൂർ സമയം ഞാൻ ഒരാൾക്ക് വേണ്ടി തരാം. ആരെങ്കിലും ഒരാൾ കണക്ട് ചെയ്തില്ല. എല്ലാവരും സൺഡേയിൽ ആഘോഷിക്കാം. ഇനിയിപ്പോ ഇത് പറയുമ്പോൾ ഓരോരുത്തർ കയറി വരും. എനിക്കറിയാം. 10 to 12 ടൈമിൽ നിങ്ങളുടെ പ്രോബ്ലംസ് ഞാൻ ഫ്രീ ആയിട്ട് തരാന്നാ പറഞ്ഞത്. കാശ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പ്രോബ്ലംസ് എന്താന്നുള്ളത് ഷെയർ ചെയ്യും. എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ട്, പ്രോബ്ലംസ് അല്ല ചലഞ്ചസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ചിലപ്പോൾ എനിക്ക് ഉത്തരം തരാൻ പറ്റും, ചിലപ്പോൾ എനിക്ക് വേറൊരാളെ കൊണ്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം, നിങ്ങൾ ലക്ഷങ്ങൾ മേടിച്ചപ്പോ ഈ പറഞ്ഞില്ലേ, ഷാനിദ് ആഗ്രഹിച്ചില്ലേ അനിൽ സാറെ ക്ലാസ് എന്ന് പറയും. ലക്ഷങ്ങൾ മേടിക്കുന്ന അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്ന് അതേ സാധനം തന്നെ ഇവിടെ പഠിപ്പിക്കുന്നു. അല്ലാണ്ട് ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ചെറിയൊരു സാധനം, വലുതാക്കി പഠിപ്പിക്കാൻ വേറെ സാധനം, അതൊന്നുമില്ല. അഭിരാമ് അനിൽ സാറെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, എനിക്കറിയാം. അവിടെ ഉള്ള സാധനം തന്നെയല്ലേ ഇവിടെയും നമ്മൾ പഠിപ്പിക്കുന്നത് ബേസിക്കലി. അല്ലെങ്കിൽ അത് തന്നെയല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ എക്സ്പീരിയൻസ് അതാണ്. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തത്. പക്ഷെ പലരും മുന്നോട്ട് വരാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. എക്സിക്യൂഷൻ ഐഡിയ അല്ല. ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അടുത്തുള്ള ഏത് ഐഡിയയും ഈ ചന്ദ്രനിൽ ഡെയിലി വൈകുന്നേരം രാവിലെ പോയി വൈകുന്നേരം വരാന്ന് പറയുന്ന ഐഡിയ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യാത്തോടത്തോളം കാലം അത് ബാഡ് ഐഡിയ. ഏത് ഐഡിയ ആയിക്കോട്ടെ, അത് നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ടും എക്സിക്യൂട്ട് ചെയ്യണമെന്നേ. അത് എക്സിക്യൂട്ട് ചെയ്യൂ എന്നേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് ചലഞ്ചസ് ഉണ്ടോ? നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടോ? അത് നിങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യൂ. യു ഷുഡ് ഹാവ് എ മെന്റർ. ഞാൻ പറഞ്ഞു എന്റെ മെന്ററെ എനിക്ക് എന്താ പറയാൻ മടി. എന്റെ മെന്ററാണ് അനിൽ സാർ. ഇന്ന് ഞാൻ അനിൽ സാറോട് മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് വിളിച്ച കിട്ടും കൂടിയില്ല. അത്ര അവൈലബിലിറ്റി കുറയ്ക്കണ മനുഷ്യനാ. ഫോൺ ചെയ്ത ഫോൺ എടുക്കില്ല, സംസാരിക്കില്ല. ഞാൻ മെസ്സേജ് അയക്കും എന്റെ എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ. അത് ഞാൻ അദ്ദേഹത്തിനോട് ചെന്നിട്ട് ശേഷം ബിസിനസ് ഇൻഫ്ലുവൻസർ ആയതല്ല. അല്ലെങ്കിൽ ഞാൻ ആവണമെന്ന് തീരുമാനിച്ചതിന് ശേഷം അതിനെ പറ്റിയ മെന്റർ ആരെന്ന് നോക്കി കണ്ടുപിടിച്ച് ഞാൻ പോയതാണ്. ജോയിൻ ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറേ ഞാൻ താങ്കളെ അനുകരിക്കുന്നു. അപ്പൊ അനുകരിക്കാനല്ല എന്നോട് പഠിപ്പിച്ചത്, കോപ്പി ചെയ്യാനല്ല പറഞ്ഞത്. മൊത്തം അടിച്ചു മാറ്റി കൊണ്ടുപോടാന്നാ പറഞ്ഞത്. ഇനി മൊത്തം മോഷ്ടിച്ചോന്നാ പറഞ്ഞത്. അത് അതേപടി അവതരിപ്പിക്കും. പുള്ളി 5 മണി, ഇപ്പൊ പുള്ളി 6:30 മണിക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ അതേ സമയത്ത് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് മടിയൊന്നുമില്ല പറയാൻ. എന്തിനും മടിക്കണം?
ഞാൻ വേറൊരാളെ മോഷ്ടിച്ചത് ഇവിടെ ഒരാളെയും സ്വന്തമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ബൈജു സാറ് ബിസിനസ് നടത്തുന്നത് പറഞ്ഞ വേറൊരാളുടെ അടുത്ത് മോഷ്ടിച്ച സാധനം തന്നെ ഇരിക്കും. അത് ഐഡിയ ആയിരിക്കാം, ചിലപ്പോൾ അതിന്റെ വേറെ എന്തെങ്കിലും സംഭവം ആയിരിക്കാം. അങ്ങനെ ഓരോരുത്തരും കോപ്പി ഒന്നും അടിക്കരുത്. നിങ്ങൾ അങ്ങ് മൊത്തം അടിച്ചു മാറ്റിക്കൊള്ളണം. നല്ലതാണെന്ന് തോന്നിയാൽ അടിച്ചു മാറ്റിക്കോളും. അതിൽ ഒരു മടി വിചാരിക്കുന്നു. അത് ഐഡിയ ആയിക്കോട്ടെ, എക്സിക്യൂഷൻ ആയിക്കോട്ടെ, ടീം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നല്ലതാണെന്ന് അടിച്ചു മാറ്റിക്കോളും. ലെജൻഡ് സ്റ്റീൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. മാസ്റ്റേഴ്സ് കോപ്പി, ലെജൻഡ് സ്റ്റീൽ. ഓക്കെ, സോ ഞാൻ പറയാൻ മറക്കേണ്ട ഇന്നലത്തെ പോലെ തന്നെ ഗ്രൂപ്പിൽ കയറിയിട്ട് അടിക്കോളൂ. നല്ല ക്ലാസ് ആയിരുന്നു, നല്ലതായിരുന്നു. ഈ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവനെ അസൂയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അസൂയപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ഉണർന്നു വരും, മറക്കരുത്. സോണിമാൻ സാറേ, സാറുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം, പറയൂ സാറ്. പിന്നെ ഇന്നലെ പറഞ്ഞത് സാറ് ഇന്ന് 10 തൊട്ട് 12 വരെ എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഞാൻ കേട്ടതായിട്ടാണ്. ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഇന്ന് 10 to 12. ഇന്ന് 10 to 12. പക്ഷെ എനിക്ക് ഇന്ന സമയം വേണമെന്ന് ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. 10 മണിക്ക് വന്നിട്ട് സാറ് ഇപ്പൊ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പള്ളി പോയി പള്ളി അത്രേ ഉള്ളൂ. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ, നമ്മൾ ചേച്ചയും ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ നടത്തി വരാനാണ് ഇച്ചിരി പാട്. ഒരു പാടുമില്ല. 6 മണിക്ക് എഴുന്നേറ്റ് ഈ ക്ലാസ് 1 മണിക്കൂർ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലേ? നമ്മളൊരു വീട്ടിൽ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ 5 മണിക്ക് എഴുന്നേക്കണം, 4 മണിക്ക് എഴുന്നേക്കണം, പറ്റില്ലേ? ഒരു ദിവസം പോലും ഉറങ്ങാതെ ഇരുന്നിട്ട് നമുക്ക് ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ലെന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിലൊരു പ്രത്യേകിച്ച് ചടങ്ങുകളോ പ്രശ്നങ്ങളോ പ്രോബ്ലംസോ വരുമ്പോ രാത്രി മുഴുവൻ പകല് മുഴുവൻ ഉറക്കമൊഴിച്ചിരിക്കുന്നില്ലേ? ഇതൊന്നും നടക്കാത്തല്ലെന്നേ. ഇതൊക്കെ നടക്കും. പക്ഷെ എന്തറിയോ, നമ്മൾ തീരുമാനിക്കുന്നത് നടത്തണം. അതിനെന്ത് ചെയ്യണം അറിയോ? ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഗെയിൻ എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരുന്ന എന്താ പറയാ, നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരുന്നുള്ളതിനെ വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കാൻ മതി. അതിന് ഡിസയർ വേണം. അതിന്റെ ഒരു കാര്യം, താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല, ഡിസയർ വേണം. അവയർനെസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിസയർ ഉണ്ട്. ഐഡ എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്, ഫോളോ അപ്പ് ടെക്നിക്കൽ എപ്പോഴും ഉപയോഗിക്കുന്ന മോഡലാണ്. അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസയർ, ദെൻ ആക്ഷൻ ആണ്. നിങ്ങൾക്ക് ഡിസയർ ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾ ആക്ഷൻ ഇല്ല. നിങ്ങൾ അത് നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്, ഞാൻ സോണിമോൻ സാറെ അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും കൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ബിസിനസ് രക്ഷപ്പെടും. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് അവയർനെസ് ഉണ്ടായാലും താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾക്കത് നടത്തണം, കൊണ്ടുവരണം, ജീവിക്കണം, ജയിക്കണം എന്നുള്ള ചിന്ത വേണം, എന്നാ രക്ഷപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കും, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ പുതുമുഖ നവാഗത സംവിധായകരുടെ മിക്കവരുടെയും പടം വിജയിക്കാറുണ്ട്. എന്തുകൊണ്ടറിയും? അത് മമ്മൂട്ടിയെ, മോഹൻലാലിനെ അല്ലെങ്കിൽ വേറെ ആരെയും വെച്ചിട്ടാണെങ്കിൽ ചെയ്ത് അവരത് ചെയ്യണമെന്ന് ഭയങ്കര ഡിസയറാണ്. അതിനുവേണ്ടി അവൻ വർക്കൗട്ട് ചെയ്യും, അതിനുവേണ്ടി അവൻ ശ്രമിക്കും. മാസങ്ങളോളം വർഷങ്ങളോളം ശ്രമിച്ച് അവൻ അതിന്റെ എഫേർട്ട് എടുത്ത് റിസൾട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. അത് അവന്റെ ഈ ഡിസയറാണ്. ചിലരുണ്ട് ഒരു സിനിമ എടുക്കണം എന്നുള്ള താല്പര്യം. ഇപ്പൊ ഞാനൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു, തമാശക്ക് പറയും. കൊറോണ സമയത്ത് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു താല്പര്യത്തിന്റെ പുറത്ത്. അത് 10 ആള് കണ്ട 10 ആള് കണ്ടു, അത്ര താല്പര്യവും. എനിക്ക് ബിസിനസ്സിൽ ഭയങ്കര താല്പര്യം എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യമില്ല, ബിസിനസ് നല്ല ആക്രാന്തമാണ്. അതുകൊണ്ട് കിട്ടുന്നത് എന്താണ് എനിക്ക് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യം വേണം. അല്ലെങ്കിൽ വീട്ടില് കസേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും, ഭാര്യയോട് ഇടയ്ക്കിടയ്ക്ക് ചായ എന്ന് പറയാം. സീരിയസ്ലി. അപ്പോ നമുക്ക് നിർത്തല്ലേ? അപ്പോ ഗ്രൂപ്പിൽ വന്നിട്ട് നന്നായിട്ട് കഥ എഴുതിക്കോട്ടോ. നന്നായിട്ടെന്നല്ല, എന്താണുള്ളതെന്ന് കഥ എഴുതിക്കോട്ടോ. എല്ലാവരും ഫീഡ്ബാക്ക് ഇടണം. 35-38 പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു, ഈ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. എല്ലാവരും നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾ എഴുതുക. ഡെഫിനറ്റ്ലി അത് മറ്റുള്ളവരിൽ മാറ്റം വരുത്തും, എനിക്ക് ഉറപ്പാണ്. നിങ്ങളിൽ മാറ്റം വരുത്തുന്നത് മാത്രമല്ല, മറ്റുള്ളവരിൽ മാറ്റം. മറക്കരുത്, നല്ല ക്ലാസ് എഴുതാൻ ഒരാളോടെ വരുത്താം. എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്, എന്ത് പോയിന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയത്? ഒരു കാര്യം ചെയ്യാം, ഇന്ന് കിട്ടിയ 5 പോയിന്റ് നിങ്ങളവിടെ മാർക്ക് ചെയ്യും. 5 പോയിന്റ്, അതെന്തു ആയിക്കോട്ടെ, ഗ്രൂപ്പിലിട്ട്. ഓക്കെ, മറ്റുള്ളവർ പഠിക്കട്ടെ. അപ്പൊ എന്താ, വേറെ ഒന്നുമില്ലല്ലോ? വേറെ ആർക്കും സംസാരിക്കാനൊന്നും ചോദിക്കാനൊന്നുമില്ല? ഷംനെയൊക്കെ ഒരുപാട് കാലത്തിന് ശേഷം കണ്ടതിന് വളരെയധികം സന്തോഷം, വീഡിയോ ഓൺ ചെയ്തിട്ടിരുന്നിട്ട്. ഓക്കെ, അപ്പൊ സന്തോഷം എല്ലാവരും. ഓക്കെ, താങ്ക് യു. Thank you, sir. താങ്ക് യു, സാർ.